Hello, Thomas, Ayan, welcome. Good evening, everyone. Thomas, camera turn on you. Ayan, please turn on your camera. Okay, hi. Unmute you. Unmute you, Ayan. Thomas, unmute you audio. കേൾക്കുന്നില്ലേ മാം പറയുന്നത്? ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. അൺമ്യൂട്ട് ചെയ്ത് നമ്മള് അൺമ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെയാണ്, സംസാരിച്ചോളൂട്ടോ. അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. Okay, hi, hello. Good evening, everyone. Welcome to 90 Plus Double Power Tuition, World's Learning for Assurance Model. സുഖാണോ രണ്ടുപേർക്കും? തോമസ് പറയുന്നത് മാമിന് കേൾക്കുന്നില്ല. ഹലോ, തോമസ് പറയുന്നത് ഹലോ മാം. കേൾക്കാം. ഓക്കെ ഓക്കെ, ഓൾ സെറ്റ് ഓൾ സെറ്റ് ഓൾ സെറ്റ്. പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല, മര്യാദയ്ക്ക് പറയുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അയാന്? ഹലോ അയാൻ, കേൾക്കുന്നില്ലേ മാം പറയുന്നത്? ഇല്ല മാം, എനിക്ക് ചെറിയൊരു വോയിസിലാ കേൾക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ അയാന്? ഇല്ല മാം, ഇതെനിക്ക് ഇന്നലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു, ചെറിയ സൗണ്ടിലാ കേൾക്കുന്നത്. ഓ, എനിക്ക് അയാന്റെ ഓഡിയോ മാമിന് സ്റ്റക്ക് ആയിട്ടാ കേൾക്കുന്നത്. റേഞ്ച് ഉണ്ടോ? അയാൻ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് റീജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ സെഷനിലോട്ട്. തോമസ് ഓക്കെ ആണോ? മാമിന്റെ ഓഡിയോ വീഡിയോ എല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ, ഓക്കെ. അയാൻ എത്രയും പെട്ടെന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് റീജോയിൻ ചെയ്യാട്ടോ. ഓക്കെ, അയാൻ റീജോയിൻ ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, തോമസ് ഇന്നലെ എന്തൊക്കെയാ പഠിച്ച ക്ലാസ്സില്? ഇന്നലെ വാട്ട് ഈസ് സെപ്പറേഷൻ പഠിച്ചു, ടൈപ്സ് ഓഫ് സെപ്പറേഷൻ പഠിച്ചു, പിന്നെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പഠിച്ചു. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പഠിച്ചു അല്ലേ? ഓക്കെ, എന്താ തോമസ് അപ്പോ സെപ്പറേഷൻ? വാട്ട് ഇസ് മെന്റ് ബൈ സെപ്പറേഷൻ? Separation is the method of removing unwanted objects to substance from a mixture to get a pure substance. ഓക്കെ, സ്കൂളിൽ ചാപ്റ്റർ എടുത്തോ? ആ, സ്കൂളിൽ എടുത്തു തുടങ്ങിയില്ലേ? ഓക്കെ, എക്സാംസ് ഒക്കെ കഴിഞ്ഞോ? ഹലോ മാം. ജസ്റ്റ് മിനിറ്റ് തോമസ്. അയാൾ ഇപ്പൊ ശരിയായോ? മാമിന്റെ ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? ശരിയായി, പക്ഷെ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഫുള്ള് ഇരുന്നിട്ടില്ല, കാരണം എന്റെ പാഠം എന്റെ ടെസ്റ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് വിജി മാം പറഞ്ഞു അത് സാരമില്ല, ക്ലാസ് കുത്തിരുന്നു. അപ്പൊ ഇന്നലത്തെ സെഷന് അയാളിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നല്ലേ? അല്ല മാം, അതുപോലെ തന്നെ എന്റെ ടെസ്റ്റിൽ ആ പാഠമില്ല. ഓ, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല? അതുകൊണ്ട് എന്നോട് വിജി മാം പറഞ്ഞു തൽക്കാലത്തേക്ക് ക്ലാസ് കുത്തുന്ന, അടുത്ത ക്ലാസ് തൊട്ട് നോക്കാം. ഓ, അപ്പോ മോന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചാപ്റ്ററിന്റെ നെയിം പറഞ്ഞേ. ഇപ്പൊ പറയാം. ഓക്കെ, തോമസ് അതുവരെ നമ്മൾ ഇന്നലെ എടുത്ത കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ മാം. എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ്സ്. എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ്സ്. അപ്പോ ഈ ചാപ്റ്റർ എന്തായാലും കാണും അയാൻ, അതില് വരുന്നുണ്ടാവുള്ളൂ. മിസ് ക്ലാസ്സിൽ എടുക്കും സ്കൂളിൽ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ ഇന്നലത്തെ സെഷൻ കയറിയിരുന്നോ അയാൻ? ഇല്ല മാം. ഇല്ല അല്ലെ? ഓക്കെ ഓക്കെ. എന്റെ പാഠം ടെസ്റ്റ് ഇല്ലാത്തോണ്ട് അപ്പൊ എന്നോട് വിജി മാം പറഞ്ഞു ഇന്നലെ ഇരിക്കണ്ട, ഇന്ന് തൽക്കാലത്തേക്ക് ഇരുന്നോ, നമുക്ക് പിന്നെ ശരിയാക്കാം. ഓക്കെ, അപ്പൊ വിജി മാമിനോട് പറയണം കേട്ടോ, ഈ ചാപ്റ്റർ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന്. ഓക്കെ, സ്കൂളിൽ മാം എടുക്കാത്തതാ, മാം എടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോ ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്ന് അയാൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ റെക്കോർഡഡ് ലിങ്ക് കളക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ നമ്മുടെ സെഷൻ കഴിയുമ്പോ കാണണം കേട്ടോ.
ഓക്കെ മാം. അപ്പൊ ഇന്ന് എക്സാം വല്ലതുണ്ടോ മാം? ഇല്ല, ഇന്ന് എക്സാം ഇല്ല. ഇന്നലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇന്നൊന്ന് ബ്രഷപ്പ് ചെയ്ത് മാം അയാനോടും തോമസിനോടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. മാം അതിന് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. മാം പറഞ്ഞു തരാം ഇന്നലെ നമ്മൾ എന്താ പഠിച്ചതെന്ന്. ഓക്കെ മാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഓക്കെ, സെറ്റ് അല്ലേ അയാൻ? യെസ് മാം. ഓക്കെ, ക്യാമറ ടേൺ ഓൺ ചെയ്യാൻ പറ്റില്ല അയാൻ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവോ? ക്യാമറ ടേൺ ഓൺ ചെയ്താൽ മാം പറയുന്നത് കേൾക്കില്ലേ? ഓക്കെ, ഇന്നിപ്പോ സ്കൂളൊക്കെ ഉണ്ടായിരുന്നോ രണ്ടുപേർക്കും? എനിക്കുണ്ടായിരുന്നില്ല മാം. ഉണ്ടായിരുന്നില്ല അല്ലെ? അയാൻ ഉണ്ടായിരുന്നോ സ്കൂള്? നോ മാം. നോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ച ചാപ്റ്റർ ഏതായിരുന്നു? ഇന്നലെ വേറെ മാം ആയിരുന്നു അല്ലെ രണ്ടുപേർക്കും? ആ മാമിന് ചെറിയൊരു മാം ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ അയാൻ. ഇന്നലത്തെ മാമിന് ചെറിയൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ കാരണമാണ് ഇന്ന് മാം നിങ്ങൾക്ക് സെഷന് വന്നത്. മൈ നെയിം ഇസ് അനീഷ. ടുഡേ ഐ വിൽ ബി യുവർ ട്യൂട്ടർ ഫോർ ദിസ് പെർട്ടിക്കുലർ സെഷൻ. ഓക്കെ തോമസ്, അയാൻ ഓക്കെ? തുടങ്ങാം നമുക്ക്. മാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ ചാപ്റ്റർ എന്ന് അല്ലെ? സെപ്പറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ചാപ്റ്റർ ആണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം പഠിക്കുന്നത് എന്താ? സെപ്പറേഷൻ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ സെപ്പറേഷൻ? തോമസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ അയാന് എന്താണ് സെപ്പറേഷൻ എന്ന്? ഒന്ന് പറഞ്ഞു കൊടുത്ത് തോമസ് അയാന്. Separation is the process of removing unwanted substances from a mixture to obtain a substance. ഓക്കെ, അതെങ്ങനെ അയാന് മനസ്സിലാവുന്ന രീതിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഇത് ജസ്റ്റ് ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ ആണ് എന്താണ് സെപ്പറേഷൻ. എങ്ങനെ അയാന് മനസ്സിലാവുന്ന രീതിക്ക് തോമസിന് അത് പറഞ്ഞു കൊടുക്കാം എന്താ സെപ്പറേഷൻ എന്ന്? രണ്ട് സബ്സ്റ്റൻസ് ഒരു മിക്സിലാവുമ്പോ അതിനെ മിക്സ്ചർ എന്ന് വിളിക്കും. അതിൽ നിന്ന് ഒരു സബ്സ്റ്റൻസിനെ സ്പെസിഫിക് ആയിട്ട് റിമൂവ് ചെയ്യണേനെ സെപ്പറേഷൻ എന്ന് വിളിക്കും. ഓക്കെ, തോമസിന് സോറി അയാന് മനസ്സിലായോ തോമസ് പറഞ്ഞത് എന്താന്ന്? എന്താ എന്താ അയാൻ പറഞ്ഞ? ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറഞ്ഞു തരാനാണോ? ഒന്നുകൂടി പറഞ്ഞു. തോമസ് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തേ എന്താ സെപ്പറേഷൻ? നമുക്കിപ്പോ രണ്ട് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് കൂട്ടി അതിനെ മിക്സ്ചർ എന്ന് വിളിക്കും. ആ മിക്സ്ചറിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു സാധനത്തിനെ മാത്രം എടുത്ത് മാറ്റുന്നതിനാണ് സെപ്പറേഷൻ എന്ന് വിളിക്കേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. അയാൻ മനസ്സിലായോ? അയാൻ ക്യാമറ ടേൺ ഓൺ ചെയ്യൂ. ആണോ? എന്നാ വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പെർട്ടിക്കുലർ മിക്സ്ചർ ഉണ്ട്. മീൻ ആ ഒരു മിക്സ്ചറിനുള്ള പല ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ട സബ്സ്റ്റൻസ് ഏതാണോ അതിനെ അതിനെ എന്താ പറയാ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ പ്രോസസ് ടു സെപ്പറേറ്റ് ടു സബ്സ്റ്റൻസസ് ഫ്രം എ മിക്സ്ചർ. അതായത് ഒരു മിക്സ്ചർ എന്ന് പറയുമ്പോൾ ചിലപ്പോ രണ്ട് സബ്സ്റ്റൻസസ് ചേർന്ന ഒരു മിക്സ്ചർ ആവാം, ചിലപ്പോ മൂന്ന് സബ്സ്റ്റൻസസ് ചേർന്നതാവാം, നമ്പർ എത്ര ആയിക്കോട്ടെ, കുറെ സബ്സ്റ്റൻസസ് ചേർന്ന ഒരു പെർട്ടിക്കുലർ മിക്സ്ചർ. ആ മിക്സ്ചറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പ്രോസസ് ആണ് സെപ്പറേഷൻ. ഓക്കെ, മനസ്സിലായോ തോമസ് അയാൻ? ഓക്കെ, പറ. അയാൻ ഒന്ന് പറഞ്ഞു നോക്കിയേ സെപ്പറേഷൻ. പറയൂ അയാൻ. കേക്കുന്നില്ല അയാൻ? എന്താ? ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ? മാമിന് ഓഡിബിൾ ആവുന്നില്ല അയാളുടെ വോയിസ്. അയാൻ കേക്കുന്നില്ലേ?
അയാൻ തോമസ് അടുത്ത ടോപ്പിക് വായിച്ചു നോക്കിക്കോ അത്ര നേരം. അയാൻ, am I audible? Hello. ഓക്കെ, അയാൻ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എന്താണ് തോമസ് നമ്മൾ നെക്സ്റ്റ് പഠിച്ചത്? സെപ്പറേഷൻ എന്താന്ന് പഠിച്ചു നമ്മള്. പിന്നെന്താ പഠിച്ചേ? How do we separate substances? ഹൗ ഡു വി എങ്ങനെയാണ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? സൈസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം. ബിഗ് ആൻഡ് സ്മോൾ, പിന്നെ വെയിറ്റും കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം. ലൈറ്റ് ആൻഡ് ഹെവി, പിന്നെ ഷേപ്പും കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം. സ്ക്വയർസ് ആൻഡ് ട്രയാങ്കിൾ. ഓക്കെ, പിന്നെന്താ പഠിച്ചേ? പിന്നെ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ പഠിക്കും. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. എത്ര മെത്തേഡ്സ് ഉണ്ട് നമുക്ക് സെപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്യാൻ? മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, പിന്നെ അപ്പൊ മൊത്തം എത്ര എണ്ണം ഉണ്ട്? തോമസ്? 9. ഓക്കെ, ഒന്ന് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഏതൊക്കെയാന്ന് ഒന്നുകൂടി പറയൂ. ഹാൻഡ് പിക്കിംഗ്, ക്രഷ്, ഇവാപറേഷൻ, സെഡിമെന്റേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, പിന്നെ സീവിംഗ്, പിന്നെ ഫിൽട്ടറേഷൻ. ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയോ? ഫിൽട്ടറേഷൻ വിട്ടുപോയി, അതെനിക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഹാൻഡ് പിക്കിംഗ്, വാട്ട്സ് മെന്റ് ബൈ ഹാൻഡ് പിക്കിംഗ്? കൈകൊണ്ട് ഓരോന്നായിട്ട് സെപ്പറേറ്റ് പറയാം. ഓക്കെ, ഹാൻഡ് പിക്കിങ്ങിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ തോമസ്. വീട്ടിന്ന് കല്ല് സെപ്പറേറ്റ് ചെയ്യാം. വേറെ വേറെ എക്സാമ്പിൾ? നല്ല ഫ്രൂട്ട്സും ചീത്ത ഫ്രൂട്ട്സും സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടില് അമ്മമാരൊക്കെ മോസ്റ്റ്ലി ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഫുഡ് എന്താ ചെയ്യുന്നേ? ക്ലിയർ ആയില്ല. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നാണോ പറഞ്ഞേ? അപ്പോ ഇപ്പോ നമുക്ക് ഫുഡ് കഴിക്കാൻ ആദ്യം അമ്മമാരെന്താ ചെയ്യാ? റൈസിൽ നിന്ന് സ്റ്റോൺസ് സെപ്പറേറ്റ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പൊ അതും എന്തിന് എക്സാമ്പിൾ ആണ്? ഹാൻഡ് പിക്കിങ്ങിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ സ്കൂളിൽ മാം തോമസിനോട് ചോദിക്കുകയാണ് എക്സാമിന്, വാട്ട് ഈസ് മെൻ ബൈ ഹാൻഡ് പിക്കിംഗ്? from a mixture to mixture by hand. ഓക്കെ, അപ്പൊ ഹാൻഡ് കൊണ്ട് നമ്മള് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് റൈസിൽ നിന്ന് സ്റ്റോൺസ് സെപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീറ്റിൽ നിന്ന് ഹസ്ക് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ അല്ലേ? അയാൻ ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ അയാൻ? ഓക്കെ ഓക്കെ തോമസ്, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിച്ച ഒരു സെപ്പറേഷൻ മെത്തേഡ് ഏതായിരുന്നു? ത്രഷിംഗ്. എന്താ ത്രഷിംഗ്? വാട്ട്സ് മെന്റ് ബൈ ത്രഷിംഗ്? എനിക്ക് അങ്ങനെ നന്നായിട്ട് അറിയില്ല. ഇന്നലെ മാം പഠിപ്പിച്ചെന്നില്ല അപ്പൊ ത്രഷിംഗ്?
പഠിപ്പിച്ചു, എന്നാലും എനിക്കങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണേന്ന് അങ്ങനെ മനസ്സിലായി. മനസ്സിലായില്ല അല്ലെ? എക്സാമ്പിൾ ഏതാ ത്രഷിങ്ങിന്? എക്സാമ്പിൾ ഏതാ ത്രഷിങ്ങിന്? വീറ്റ് ഹസ്ക് മാം സ്ലൈഡിലുണ്ടോ തോമസ്? അപ്പോ ഈ സ്ലൈഡിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ത്രഷിംഗ് എന്ന് പറയുമ്പോ ഒരു കുട്ടി ഉണ്ട് അവിടെ, അതുപോലെ തന്നെ ഒരു സർഫസ് ഉണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ എന്തുണ്ട്? കാണുന്നില്ലേ തോമസ്? എന്താ കാണാല്ല. ഇല്ലേ മാം? ഷെയർ ചെയ്തത് കാണുന്നില്ലേ? കാണുന്നില്ലേ? ക്ലിയർ ആവുന്നില്ല മാമിന്? ഇല്ല, എനിക്ക് കാണാൻ പറ്റാ. കാണാൻ പറ്റുന്നില്ലേ? ഒരു മിനിറ്റ് മാം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഒരു മിനിറ്റ് കേട്ടോ മാം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ബുക്ക് ഉണ്ടോ കയ്യില്? ത്രഷിംഗ് എന്താന്ന് വായിച്ചു നോക്കാൻ. ഞാൻ ക്ലാസ്സിൽ തോമസ് ബുക്ക് ഇത് പിള്ളേരല്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ തോമസ് PPT? ഇല്ല. ഇല്ലേ? Process of separating grains from stalks is known as threshing. ആമേൻ. എന്തായിരുന്നു ത്രഷിംഗ്? This process of separating grains from stalks is known as threshing. The process of beating stalks to separate the grains. കാണാൻ പറ്റുന്നുണ്ട്. ഹലോ തോമസ്, ഇപ്പൊ കാണുന്നില്ലേ PPT? ഹലോ തോമസ്, Yes, ma'am. PPT കാണുന്നില്ലേ ഇപ്പോ? Yes, ma'am. ഓക്കെ. എന്താണ് ത്രഷിംഗ്? വാട്ട് ഇസ് മെന്റ് ബൈ ത്രഷിംഗ്? ഫിഗറിന് എന്താ മനസ്സിലായത് തോമസിന്? ഒരു ബോയ് ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദെൻ അവിടെ ഒരു സർഫസ് ഉണ്ട്. ആ ബോയുടെ കയ്യിൽ എന്തുണ്ട്? വീറ്റിന്റെ എന്താണ്? എന്തിന്റെ സ്റ്റോക്ക്?
എന്തിന്റെ സ്റ്റോക്ക്? വീറ്റിന്റെ സ്റ്റോക്സ്. വീറ്റിന്റെ സ്റ്റോക്സ് ആണോ അത്? ആ ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നേ? ആ കുട്ടി എന്താ ചെയ്യുന്നത് അതില്? ഹിറ്റ് ചെയ്തിട്ട് അതിലെ കൂടെ എന്താ ഗ്രെയിൻസ് പുറത്ത് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ത്രഷിങ് എന്താ? അപ്പൊ അതിന് എങ്ങനെ നമുക്ക് ത്രഷിങ്ങിന്റെ ഡെഫിനേഷൻ പറയാം? ദ പ്രോസസ് ഓഫ് ഉം. inject on a hard surface to remove an unwanted. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനേഷൻ എങ്ങനെ പറയാം? ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഗ്രെയിൻസ് ഫ്രം സ്റ്റോക്സ് ഇസ് നോൺ ആസ് ത്രഷിങ്. അതായത് നമ്മൾ ഒരു സർഫേസ് ഉണ്ടാവും, അപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് നമ്മൾ അതിലോട്ട് ഇങ്ങനെ എന്താ പറയാ, അടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ത്രഷ് ചെയ്ത് അതിൽ നിന്ന് ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ് ആണ് ത്രഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ തോന്നുന്നത്? ഓക്കെ ഓക്കെ. ദെൻ പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? നെക്സ്റ്റ് എന്ത് പഠിച്ചു? വിനോവിങ്. എക്സാമ്പിൾ എന്തായിരുന്നു ത്രഷിംഗ് എക്സാമ്പിൾ? വീറ്റ് സ്റ്റോക്കിൽ നിന്ന് വീറ്റിന്റെ ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്യണത് എക്സാമ്പിൾ ആണ്. ഓക്കെ ഓക്കെ. ഇനി പിന്നെ നമ്മൾ ഇന്നലെ നെക്സ്റ്റ് എന്താ പഠിച്ചത്? വിനോവിങ് അല്ലേ? എന്താ വിനോവിങ്? വാട്ട് ഇസ് മെന്റ് ബൈ വിനോവിങ്? the process of separating the lighter components of a mixture by using the wind to blow out the lighter substances and keep the heavier substances. ഓക്കെ, അപ്പോ വിനോവിങ് പറയുമ്പോ ലൈറ്റർ ആൻഡ് ഹെവിയർ കമ്പോണൻസ് ഉള്ള അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ഉള്ള സംഭവങ്ങളെ സബ്സ്റ്റൻസിനെ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് വിനോവിങ്. അത് നമ്മൾ എങ്ങനെ ചെയ്യും? അതായത് നമ്മളെ കയ്യിൽ ആ മിക്സ്ചർ ഉണ്ടാവും, അപ്പൊ നമ്മൾ ആ മിക്സ്ചർ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ കയ്യിലുള്ള ആ സംഭവത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ബ്ലോൺ ചെയ്യും. അങ്ങനെ വിൻഡ് ബ്ലോൺ ചെയ്യുമ്പോൾ ലൈറ്റർ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? തെറിച്ച് വീഴും. ഹെവിയർ സബ്സ്റ്റൻസസ് നമ്മുടെ ഫ്ലോറിൽ തന്നെ വീഴും. അങ്ങനെ നമുക്ക് ഹെവിയർ ആൻഡ് ലൈറ്റർ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ വിനോവിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, എക്സാമ്പിൾ എന്താ വിനോവിങ്? Removing husk from wheat again. Husk from wheat or rice by using winnowing basket. വിനോയിങ്ങിന് ഒരു പെർട്ടിക്കുലർ ബാസ്കറ്റ് ഉണ്ടാവും, അപ്പൊ ആ ബാസ്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വിൻഡ് ബ്ലോൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സെപ്പറേറ്റിംഗ് ഹസ്ക് ഫ്രം വീറ്റ് ഓർ റൈസ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇപ്പൊ നമ്മൾ ഹാൻഡ് പിക്കിംഗ് പറഞ്ഞു, വിനോവിങ് പറഞ്ഞു, ത്രഷിംഗ് പറഞ്ഞു അല്ലേ? അല്ലേ? യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? അടുത്ത സെപ്പറേറ്റിംഗ് മെത്തേഡ് ഏതായിരുന്നു? അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠിപ്പിച്ചില്ലേ? അത് പഠിപ്പിച്ചു, എന്നാലും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. എക്സ്പ്ലെയിൻ ചെയ്തില്ല അല്ലെ? ഓക്കെ. സ്കൂളിൽ പഠിപ്പിച്ചോ സീവിങ് എന്താന്ന്? സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല. എന്നാലും സീവിങ് സീവിങ് അറിയോ? അന്ന് മാമിന് പറഞ്ഞു തന്നെ. എന്താ സീവിങ്? വാട്ട് ഇസ് മെന്റ് ബൈ സീവിങ്? letting smaller particles of a substance to pass through holes in a net-like thing and keeping the larger from the mixture. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചറിൽ സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ഉണ്ട്, സ്മോൾ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? അപ്പോ നമ്മൾ ഒരു സീവ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉള്ള ഒരു ഒബ്ജക്ട്. അപ്പൊ ആ സീവില് നമ്മുടെ മിക്സ്ചർ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ സീവ് ചെയ്ത് കഴിയുമ്പോൾ സൈസ് ചെറുതായത്, അതായത് ലൈറ്റർ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? താഴ്ത്തോട്ട് വീഴും. ഹെവിയർ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ആ സീവില് സ്റ്റേ ബാക്ക് ചെയ്യും അല്ലെ?
അതിനാണ് Yes, ma'am. നമ്മൾ അതിനാണ് നമ്മൾ സീവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോളിഡ് മിക്സ്ചേഴ്സ്, അതായത് രണ്ട് ടൈപ്പ്, ഐ മീൻ രണ്ട് ടൈപ്പ് അല്ല, അതായത് നമ്മൾ പറഞ്ഞു രണ്ട് മിക്സ്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മിക്സ്ചറിൽ രണ്ട് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ് ഉണ്ട്. ദെൻ ആ മിക്സ്ചറിൽ സോളിഡ് ടൈപ്പ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ നമ്മൾ ഒരു സീവ് ചെയ്തിട്ട് ആ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ. Yes, ma'am. ഓക്കെ. എക്സാമ്പിൾ എന്താ അപ്പൊ സീവിങ്? Example of the saving എന്തുവാ? എന്താ ഈ ഫിഗറിൽ എന്താ കാണുന്നത്? Removing എന്താ കാണുന്നേ? ആ നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളതാണ് നമ്മുടെ കയ്യിലുള്ള സീവ് എന്ന് പറയുന്നത്. ഓക്കെ. ആ സീവിൽ ഒരു മിക്സ്ചർ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ലൈറ്റർ പാർട്ടിക്കിൾസ് ആൻഡ് ഹെവിയർ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാണ്. ലൈറ്റർ പാർട്ടിക്കിൾസ് ആണ് ആ പ്ലേറ്റിലോട്ട് വീഴുന്നത്, ഹെവിയർ പാർട്ടിക്കിൾസ് ആണ് ആ സീവിൽ സ്റ്റേ ബാക്ക് ചെയ്യുന്നത്, അല്ലേ? yes, ma'am. ഓക്കെ. തലക്ക് കഴിച്ചിരിക്കാതെ നേരെ ഇരുന്ന ക്ലാസ്സില്. ഓക്കെ, ഗുഡ് ബോയ്. ഓക്കെ. എക്സാമ്പിൾ ഫോർ സീവിങ് സെപ്പറേറ്റിംഗ് ബ്രാൻ ഫ്രം വീറ്റ് ഫ്ലോർ. നമ്മുടെ ഗോതമ്പ് പൊടി ഇല്ലേ, ഗോതമ്പ് പൊടി, അതിൽ നിന്ന് ബ്രാൻ, ഐ മീൻ അതിന്റെ ഹെവിയർ പാർട്ടിക്കിൾസ്, അതിനാണ് നമ്മൾ ബ്രാൻ എന്ന് പറയുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എക്സാമ്പിൾ, അല്ലെ? ഇപ്പൊ നമ്മൾ എത്ര വീറ്റിന്റെ കേസ് വെച്ച് എക്സാമ്പിൾ പഠിച്ചു? എത്ര മെത്തേഡ്സിന് പഠിച്ചു വീറ്റിന്റെ കേസ് വെച്ച് എക്സാമ്പിൾസ്? ഇപ്പൊ നമ്മൾ ആകെ 4 മെത്തേഡ്സ് പറഞ്ഞിരിക്കുന്നത്. ഹാൻഡ് പിക്കിംഗ്, അതുപോലെ ത്രഷിങ്, പിന്നെ വിനോവിങ്, പിന്നെ എന്തായിരുന്നു സീവിങ്, അല്ലേ? Yes, ma'am. ഈ 4ലും നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചൊരു എക്സാമ്പിൾ ആണ് ഹസ്ക് ഫ്രം വീറ്റ്. അതായത് വീറ്റിൽ നിന്ന് ഹസ്ക് റിമൂവ് ചെയ്യുക. ഹാൻഡ് പറ്റോ? ഹാൻഡ് പിക്കിംഗ് ഹാൻഡ് പിക്കിങ് പറ്റും, എന്നാലും കുറെ സമയം എടുക്കും. നെക്സ്റ്റ് പഠിച്ചതായിരുന്നു ത്രഷിങ്. ത്രഷിങ്ങിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇത് നമ്മുടെ കയ്യിൽ മിക്സ്ചർ ആയിരുന്നു നമ്മള് വീറ്റിന്റെ ഇപ്പൊ പറഞ്ഞ കേസിലൊക്കെ, അല്ലെ? ത്രഷിങ്ങിൽ നമ്മുടെ കയ്യിൽ എന്തായിരുന്നു വീറ്റിന്റെ ഉണ്ടായിരുന്നേ? വീറ്റ് സ്റ്റോക്സ്. വീറ്റ് സ്റ്റോക്സ് ആയിരുന്നു ത്രഷിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ. വിനോയിങ്ങിൽ എന്തായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നേ? എന്താ? റിമൂവിങ് ഹസ്ക് ഫ്രം ഓക്കെ. അതായത് അതും നമ്മുടെ കയ്യില് മിക്സ്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? വിനോവിങ്ങിനും. എന്നിട്ട് നമ്മള് മീൻ വിൻഡ് വെച്ച് ഇങ്ങനെ ബ്ലോൺ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ലൈറ്റർ പാർട്ടിക്കിൾസ് തെറിച്ച് ദൂരെ വീഴുന്നത്, ഹെവിയർ പാർട്ടിക്കിൾസ് മീൻ നമ്മുടെ കയ്യിലുള്ള സബ്സ്റ്റൻസിന്റെ മീൻ ആ ഒരു ഒബ്ജക്റ്റിന് താഴെ വീഴുന്നത്, അല്ലെ? ഓക്കെ. നെക്സ്റ്റ് പഠിച്ചതായിരുന്നു സീവിങ്. ഓക്കെ. സീവിങ്ങിൽ നമ്മൾ സീവ് യൂസ് ചെയ്തത്, അതായത് ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉള്ള, മലയാളത്തിൽ പറയുമ്പോൾ അരിപ്പ. ഓക്കെ. സീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീറ്റിന്റെ ഹെവിയർ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ സീവിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യും. ലൈറ്റർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? നമ്മൾ പ്ലേറ്റിലോട്ടാണ് ഇപ്പൊ സീവ് ചെയ്യുന്നതെങ്കിൽ പ്ലേറ്റിലോട്ട് വീഴും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. അടുത്ത മെത്തേഡ് ഏതായിരുന്നു? അടുത്ത സെപ്പറേറ്റിംഗ് മെത്തേഡ് ഏതായിരുന്നു? പിന്നെ വേറെ ഇന്നലെ പഠിപ്പിച്ചില്ല. തോമസിന് വേറെ ഏതൊക്കെ അറിയാം മെത്തേഡ്സ്? നമ്മൾ പറഞ്ഞായിരുന്നു 9 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? 9 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? ഇപ്പൊ നമ്മൾ 4 എണ്ണം പഠിച്ചു. ഇനി 5 എണ്ണം കൂടി ബാക്കിയുണ്ട്. ഏതൊക്കെയായിരുന്നു 5 എണ്ണം? പറഞ്ഞേ കേക്കട്ടെ. ഇവാപറേഷൻ, ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, പിന്നെ ഹലോ ഓസ്റ്റിൻ, ഹലോ തോമസ്, ജസ്റ്റ് മിനിറ്റ് കേട്ടോ. ഹലോ ഓസ്റ്റിൻ, am I audible? Yes. Okay, could you please turn on your camera? Okay, hi. Hi. എന്താ ലേറ്റ് ആയ ഓസ്റ്റിൻ? എന്താ ലേറ്റ് ആയ? ഞാൻ ഇപ്പോൾ സമയം പോയി, ഞാൻ ഓർത്തില്ല. സമയം പോയി അറിഞ്ഞില്ല, അല്ലേ?
ഓക്കെ, ഇന്ന് സ്കൂളുണ്ടായിരുന്നോ? ഇല്ല. ഓ, ഓക്കെ. അപ്പൊ ഇവിടെ തോമസ് ഇപ്പൊ മെത്തഡ് ഓഫ് സെപ്പറേഷനിലെ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടിരിക്കുക. തോമസ് പറഞ്ഞു കൊടുത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു കൊടുത്ത ക്വസ്റ്റിന്. വാട്ട് ഈസ് സെപ്പറേഷൻ എന്ന് പഠിച്ചു, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ പഠിച്ചു. ഓക്കെ, 4 മെത്തേഡ്സ് പഠിച്ചില്ല സെപ്പറേഷൻ. അത് ഏതൊക്കെ മെത്തേഡാന്ന് ക്വസ്റ്റിന് പറഞ്ഞു കൊടുത്തേ? ആദ്യം ഹാൻഡ് പീക്കിങ്, അത് കഴിഞ്ഞിട്ട് ക്രഷിങ്, അത് കഴിഞ്ഞിട്ട് മൂവിങ്, പിന്നെ സീവിങ്. സീവിങ് പഠിച്ചു അല്ലേ? ഓക്കെ. ഓസ്റ്റിൻ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നോ? ഇല്ല. ഇല്ല അല്ലെ? ഓ, അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ആകെ ബ്ലാ ബ്ലാ പോലെ ആയിരിക്കും അല്ലേ ഓസ്റ്റിൻ? അല്ലെ? ഓക്കെ, ഓസ്റ്റിന് പറഞ്ഞു കൊടുത്തേ തോമസ് എന്താ സെപ്പറേഷൻ പറഞ്ഞു കൊടുത്തേ. നമ്മളിപ്പോ പഠിച്ചത് ഇതല്ലേ പറഞ്ഞു കൊടുത്തേ. തോമസ് ഒരു മിനിറ്റ് മാം, ഒരു കാര്യം പറയട്ടെ. തോമസ് ഇപ്പൊ ഓസ്റ്റിന് സെപ്പറേഷൻ എന്താന്ന് പറഞ്ഞു. അപ്പൊ ഓസ്റ്റിന് അത് എനിക്ക് പറഞ്ഞു തരണം. ഞാൻ മറന്നുപോയി എന്താ സെപ്പറേഷൻ എന്നുള്ളത്. ഓസ്റ്റിനെ കണ്ടപ്പോ ഞാൻ മറന്നുപോയി, പെട്ടെന്ന് ഞാൻ ബ്ലാങ്ക് ഔട്ട് ആയി. പക്ഷെ എന്താ സെപ്പറേഷൻ? ഓക്കെ, അപ്പൊ തോമസ് ഓസ്റ്റിന് പറഞ്ഞു തരും, ഓസ്റ്റിൻ അത് മാമിനെ പഠിപ്പിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, തോമസ് പറഞ്ഞു കൊടുക്കുക എന്താ ഓസ്റ്റിന് എന്താ സെപ്പറേഷൻ. വാട്ട് ഇസ് മെൻ ബൈ സെപ്പറേഷൻ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ടു സബ്സ്റ്റൻസസ് ഫ്രം എ മിക്സർ ടു ഒബ്റ്റെയിൻ എ പ്യുവർ സബ്സ്റ്റൻസ്. മലയാളത്തിൽ ഇച്ചിരി കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, 2 സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് കൂടിയ അതിനൊരു മിക്സ്ചർ എന്ന് വിളിക്കും. 2ന് മുകളിലും ആവാം. അത് മാത്രമല്ല, ആ സബ്സ്റ്റൻസിന് സ്പെസിഫിക് ആയിട്ട് ഒരു സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണേന് ആണ് സെപ്പറേഷൻ എന്ന് വിളിക്കുക. മനസ്സിലായോ ഓസ്റ്റിൻ എന്താ സെപ്പറേഷൻ? ഇല്ല. ഇല്ല, മാം പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മുടെ ഓസ്റ്റിന് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് തോമസിന് ചിരി വരുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചർ എന്ന് പറയുമ്പോൾ കുറെ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചർ ആയിരിക്കും. അപ്പൊ എന്റെ കയ്യിൽ ഒരു മിക്സ്ചർ ഉണ്ട്, ഇതിൽ കുറെ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ മിക്സ്ചറിൽ നിന്ന് എനിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ എന്റെ അരിയാണുള്ളത്. വീട്ടില് അമ്മ രാവിലെ ചോറ് വെക്കുമല്ലോ. അപ്പോ ചോറ് വെക്കാൻ അരി എടുക്കുമ്പോ അരി കഴുകി വൃത്തിയാക്കുന്നതിന് മുന്നേ അമ്മ എന്ത് ചെയ്യും? ചിലപ്പോ എനിക്കറിയില്ല കേട്ടോ, മേ ബി എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. അമ്മ എന്റെ ഒരു പ്ലേറ്റില് നമ്മുടെ അരിയൊക്കെ ഇട്ടിട്ട് അതിന്ന് സെപ്പറേറ്റ് ചെയ്ത് കളയും. അതായത് ആ മിക്സ്ചർ എന്ന് പറയുന്നത് അതിൽ റൈസും ഉണ്ടാവും, കല്ലും ഉണ്ടാവും. അമ്മ എടുക്കുന്ന ആ റൈസിന്റെ ഇതില്. ഓക്കെ, അതിന്ന് സ്റ്റോൺസിന് സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോ ഗോതമ്പ് മാവിന് അൺവാണ്ടഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന, അതായത് ഒരു മിക്സ്ചറിൽ നിന്ന് ഓരോ പെർട്ടിക്കുലർ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ് ആണ് സെപ്പറേഷൻ. മനസ്സിലായോ? അതായത് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് എ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഫ്രം എ മിക്സ്ചർ ഈസ് നോൺ ആസ് സെപ്പറേഷൻ. ഓസ്റ്റിൻ ഒന്ന് പറഞ്ഞു വെച്ചോടത്തെ തോമസിന് എന്താ സെപ്പറേഷൻ എന്ന്. ഈ തോമസ് പറയുന്നത് മനസ്സിലായില്ല എന്ന് ഓസ്റ്റിൻ പറയാൻ പാടില്ല. അപ്പൊ തോമസിന് അത് പറഞ്ഞു വെച്ചോടത്തെ ഓസ്റ്റിൻ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ? ഇംഗ്ലീഷിൽ പറ. എക്സാം നമ്മൾ ഇംഗ്ലീഷിലല്ല എഴുതുന്നേ, അപ്പൊ ഇംഗ്ലീഷിൽ പറ. Separation. Separation. What is meant by separation? Separation is അതായത് ഫസ്റ്റ് ആലോചിക്കാം. ഇത് സെപ്പറേഷൻ നമ്മൾ അത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇറ്റ് ഇസ് എ പ്രോസസ്. അതൊരു പ്രോസസ് ആണ് അല്ലെ? എന്ത് പ്രോസസ് ആണ്? സെപ്പറേറ്റ് സബ്സ്റ്റൻസസ്. എന്തിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു? മിക്സ്ചർ. നമ്മുടെ കയ്യിൽ ഒരു മിക്സ്ചർ ഉണ്ട്, അതിൽ നിന്ന് ഓരോ പെർട്ടിക്കുലർ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? സെപ്പറേഷൻ അല്ലെ? ഓക്കെ, ഓസ്റ്റിൻ പറഞ്ഞു നോക്കിയാ എന്താ സെപ്പറേഷൻ? Separation is a process of separating particles or substance. What are particles? Okay, from എന്തിനാ സെപ്പറേറ്റ് ചെയ്യുന്നേ? പറ. എന്തിനാ സെപ്പറേറ്റ് ചെയ്യുന്നേ? പറഞ്ഞു കൊടുത്തേ ഓസ്റ്റിന്. തോമസ് സ്റ്റക്ക് ആയോ?
എന്തിനാ നമ്മൾ സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിനാ എന്താ തോമസ് ഇങ്ങോട്ട് നോക്കിയേ സോറി ഓസ്റ്റിൻ അല്ല തോമസ് ഇങ്ങോട്ട് നോക്കിയേ പറഞ്ഞു കൊടുത്തേ സബ്സ്റ്റൻസ് നമ്മൾ എന്തിനാ സെപ്പറേറ്റ് ചെയ്യുന്നേ ഇത്ര നമ്മൾ പഠിച്ചിട്ട് പോയാ എന്തിനാ സെപ്പറേറ്റ് ചെയ്യുന്ന പറ മിക്സ്ചർ അല്ലേ ഓസ്റ്റിൻ എന്തിനാ മിക്സർ മിക്സറോ മിക്സർ മിക്സർ എരിവുള്ള മിക്സർ മിക്സ്ചർ മിക്സർ മിക്സ്ചർ പറഞ്ഞ മിക്സ്ചർ മിക്സർ ഓക്കെ ഓക്കെ ഒന്നും കൂടി പറഞ്ഞു ഓസ്റ്റിൻ പറഞ്ഞു കൊടുത്തേ ഡെഫിനിഷൻ തോമസിന് separation is a process of ആ അപ്പൊ ഓ process of separating particle from a mixture. ഓ വെരി ഗുഡ് ശരിയാണോ തോമസ് ഓസ്റ്റിൻ പറഞ്ഞത് യെസ് ഓക്കെ ആ ഇനി നമ്മൾ പറഞ്ഞത് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം സബ്സ്റ്റൻസിനെ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എങ്ങനെയായിരുന്നു തോമസ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഓസ്റ്റിൻ ഒന്ന് പറഞ്ഞു കൊടുത്തത് സയസും കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം ആ. വലിയ ചെറുതും ഉം. വെയിറ്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം ഭയങ്കര ഹെവിയും ഭയങ്കര കുറഞ്ഞതും ഉം. ഷേപ്പും കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം ഓ സിംഗിൾ ആൻഡ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓസ്റ്റിൻ മനസ്സിലായോ എങ്ങനെയാ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാം നമുക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആയി കേട്ടില്ല. ക്ലിയർ കേട്ടില്ലേ ചേട്ടാ ഓക്കെ മാം പറഞ്ഞുതരാം ഓക്കെ നമ്മൾ സബ്സ്റ്റൻസിന് മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ സൈസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം സൈസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഇപ്പൊ ഒരു മിക്സ്ചറിൽ സൈസ് ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും ലാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ഓർ ഹെവിയർ പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ലൈറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ അപ്പോ നമുക്ക് സൈസ് വെച്ചിട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കളർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം ഷേപ്പ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മിക്സ്ചറിൽ നിന്ന് നമുക്ക് സബ്സ്റ്റൻസസ് ഓർ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാം മനസ്സിലായോ ഓസ്റ്റിൻ തോമസ് അയാൻ മനസ്സിലായി. മനസ്സിലായില്ലേ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഓസ്റ്റിൻ സോറി എന്തായിരുന്നു തോമസ് മറന്നുപോയി ഞാൻ എന്താ സെപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ പഠിച്ചത് അപ്പൊ ഇന്നലത്തെ സെഷനിൽ നമ്മൾ ആകെ പഠിച്ചത് 4 മെത്തേഡ്സ് ആയിരുന്നു അല്ലേ തോമസ് കറക്റ്റ് അല്ലേ യെസ് ഓക്കെ 4 മെത്തേഡ്സ് ആണ് കേട്ടോ ഓസ്റ്റിൻ നമ്മൾ ഇന്നലത്തെ സെഷനിൽ പഠിച്ചത് ഫസ്റ്റ് ഹാൻഡ് പിക്കിംഗ് PICKING എന്താ ഞാൻ ഹാൻഡ് പിക്കിങ്ങിന്റെ സ്പെല്ലിംഗ് പറഞ്ഞതാ ഞാൻ പറഞ്ഞത് തെറ്റാണോ അല്ല ഹാൻഡ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാ ഓക്കെ അപ്പൊ ഓസ്റ്റിൻ ഫസ്റ്റ് വൺ ഹാൻഡ് പിക്കിംഗ് സെക്കൻഡ് വൺ ത്രഷിംഗ് തേർഡ് വൺ വിനോവിംഗ് ഓക്കെ ഫോർത്ത് വൺ തീവിംഗ് ഓസ്റ്റിൻ മെത്തേഡ്സ് പറഞ്ഞു കേൾക്കട്ടെ ഞാൻ എഴുതി വെച്ചില്ല. എഴുതി വെച്ചില്ലേ ബുക്ക് എടുത്തില്ലേ ബുക്ക് എടുക്കാതെയാണോ ട്യൂഷന് കയറി ഞാൻ വേഗം കേറി. വേഗം അങ്ങോട്ട് കേറിയില്ലേ തോമസ് എടുത്തിട്ടില്ലേ ബുക്ക് എന്റെ സൈഡിലുണ്ട് സൈറ്റിലുണ്ട് അല്ലേ ഓക്കെ ചാപ്റ്ററിന്റെ ഓസ്റ്റിൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഇൻ എവരിഡേ ലൈഫ് എന്താ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഇൻ എവരിഡേ ലൈഫ് ബാക്കിയുണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ എളുപ്പത്തിന് എഴുതാൻ പാകത്തിന് പറഞ്ഞതാ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ശരിക്കും നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻസ് ഇൻ എവറിഡേ ലൈഫ് ഇപ്പൊ ജസ്റ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എഴുതിയാൽ മതി കേട്ടോ ഓസ്റ്റിൻ ഓക്കെ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ക്ലാസ് ടീച്ചറുടെ ലിങ്ക്സ് മേടിക്കാം പിന്നെ ക്യാപ്സ്യൂൾ നോട്ട് നോക്കി പഠിക്കണം ഓക്കെ
വർക്ക് ഷീറ്റിൽ ക്വസ്റ്റ്യൻസ് ഡേ 1 ക്വസ്റ്റ്യൻസ് ചെയ്യണം. 3 പേരോടും കൂടി മാം പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെഷൻ വരുമ്പോ ഡേ 1 എല്ലാം 3 പേർക്കും. ഓക്കെ ഓക്കെ. അപ്പോ സെപ്പറേറ്റ് ചെയ്യാനുള്ള 4 മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓസ്റ്റിൻ എഴുതിക്കോ. ഫസ്റ്റ് വൺ ഹാൻഡ് പിക്കിംഗ്. തോമസ് എഴുതിക്കോ കൂട്ടത്തില് ഹാൻഡ് പിക്കിംഗ്. അയാന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്തോ? എഴുതി. ഓക്കെ. ഫസ്റ്റ് വൺ ഹാൻഡ് പിക്കിംഗ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഏതായിരുന്നു? ത്രഷിംഗ്. ത്രഷിംഗ് എഴുതിക്കോ. സ്പെല്ലിംഗ് വേണമെങ്കിൽ പറയണം. THRAS. എഴുതി. ഓക്കെ. തേർഡ് വൺ വിനോവിംഗ്. തേർഡ് വൺ വിനോവിംഗ്. എഴുതി. സ്പെല്ലിംഗ് കിട്ടിയോ അതിന്റെ? എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചേ? ഉം. എന്താണ് എഴുതി വെച്ചത്? ഹാൻഡ് പിക്കിംഗ്, ത്രഷിംഗ്, വിനോവിംഗ്. ക്രഷിംഗ് എന്നാണ് എഴുതി. ആ TH. ത്രഷിംഗ് അല്ലേ? ക്രഷിംഗ് അല്ലല്ലോ. ഓക്കെ. ത്രഷിംഗ്. ഫസ്റ്റ് വൺ ഹാൻഡ് പിക്കിംഗ്, സെക്കൻഡ് വൺ ത്രഷിംഗ്, തേർഡ് വൺ വിനോവിംഗ്, ലാസ്റ്റ് വൺ സീവിംഗ്. ഓക്കെ. എഴുതി. ഓക്കെ. അതില് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുമ്പോ നമ്മുടെ കൈയില്ലേ, കൈ ആ. രണ്ടുപേർക്കും കൈ കൈ കാണിച്ചേ, കൈ പൊക്കി കാണിച്ചേ. ഹായ് ഹലോ. ഓ കൈ വെച്ചിട്ട് ഹാൻഡ് പിക്കിംഗ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താ പ്രോസസ്സ്. കൈ വെച്ച് നമ്മൾ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തു. അതായത് ഇപ്പോ ഒരു ബാസ്ക്കറ്റിൽ നിറച്ച് കുറെ ആപ്പിൾ ഉണ്ട്. ആപ്പിൾ ഇഷ്ടാണോ? എന്താ തോന്നുന്നു ആപ്പിള്? ചെറുതായിട്ട്. ചെറുതായിട്ട് ഇഷ്ടമുള്ളോ? എന്നാൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ഓറഞ്ച്. ഓറഞ്ച്. തോമസിന് ഓറഞ്ച് ഇഷ്ടാണോ? ഓക്കെ. അപ്പൊ എന്ന ബാസ്ക്കറ്റിൽ നമുക്ക് ഓറഞ്ച് ആക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഒരു ബാസ്ക്കറ്റ് നിറച്ച് ഓറഞ്ച് ഉണ്ട്, കുറെ ഓറഞ്ചസ്. ഓക്കെ. അപ്പൊ അതിൽ എന്ന് പറഞ്ഞാ നല്ല പഴുത്ത ഓറഞ്ച് ഉണ്ട്, കുറച്ച് ചീഞ്ഞ ഓറഞ്ച് ഉണ്ട്. കുഴപ്പമുണ്ടോ ഇച്ചിരി ചീഞ്ഞ ഓറഞ്ച് ഇട്ടാ? ഇല്ല അല്ലേ? തോമസിന് കുഴപ്പമുണ്ടോ ഇച്ചിരി ചീഞ്ഞ ഓറഞ്ച് ബാസ്ക്കറ്റിലുള്ളതുകൊണ്ട്? സെപ്പറേറ്റ് ചെയ്യണം. എന്താ കുഴപ്പമില്ല. എന്താ കേട്ടില്ല? മാം കേട്ടില്ല, ഒന്നുകൂടി പറ. തിന്നാൻ കുഴപ്പമുണ്ട്, അതിന്റെ അകത്ത് ഇരിക്കണേന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇരിക്കണോണ്ട് കുഴപ്പമില്ല അല്ലെ? തിന്നാൻ മാത്രം കുഴപ്പമുള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ ആ ബാസ്ക്കറ്റിൽ നിന്ന് ചീഞ്ഞ ഓറഞ്ചിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? വലിയ ബാസ്ക്കറ്റ് തീവൊക്കെ കൊണ്ടൊന്ന് ഇങ്ങനെ അരിക്കണോ? അരിപ്പൊക്കെ കൊണ്ടൊന്ന് അരിക്കണോ? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കൈ കൊണ്ട് എടുത്തത്. കൈ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. ചീഞ്ഞത് ഇപ്പുറത്തോട്ട് മാറ്റിയിടാം, നല്ലത് അപ്പുറത്തോട്ട് മാറ്റിയിടാം അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് ഹാൻഡ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ? എന്താ പറയുന്നേ? ഹാൻഡ് പിക്കിംഗ്. ഹാൻഡ് പിക്കിംഗ്. ഓക്കെ. അതാണ് ഹാൻഡ് പിക്കിംഗ്. അപ്പോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് സബ്സ്റ്റൻസ് ഫ്രം എ മിക്സ്ചർ ബൈ ഹാൻഡ്. ഓ നെക്സ്റ്റ് അടുത്ത നമ്മൾ പഠിച്ചത് ത്രഷിംഗ് ആയിരുന്നു. മിനിറ്റ്. അപ്പൊ നമുക്ക് എന്തായിരുന്നു നേരത്തെ പഠിച്ചേ? ഹാൻഡ് പിക്കിംഗ്. ഹാൻഡ് പിക്കിംഗ്. അപ്പൊ ഹാൻഡ് പിക്കിംഗ് എക്സാമ്പിൾ ഓസ്റ്റിൻ 2 എക്സാമ്പിൾ പറയണം, തോമസ് 2 എക്സാമ്പിൾ പറയണം. എന്ത്? ഹാൻഡ് പിക്കിംഗ് എക്സാമ്പിൾ. ആപ്പിൾ സെപ്പറേറ്റ് ചെയ്യുന്ന. തോമസ് ഒരെണ്ണം പറ. മതി ഓസ്റ്റിൻ. തോമസ് പറഞ്ഞു. അപ്പൊ തോമസ് പറയും ഓറഞ്ച് ബാസ്ക്കറ്റിൽ സെപ്പറേറ്റ് ചെയ്യണമെന്നല്ലേ? റിമൂവിംഗ് ഹസ്ക് ഫ്രം വീറ്റ്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് ത്രഷിംഗ് ആയിരുന്നു. ത്രഷിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിമൂവിംഗ് അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് ബൈ ഹിറ്റിംഗ് ഓൺ എ ഹാർഡ് സർഫേസ്. ഫോർ എക്സാമ്പിൾ ഹിറ്റിംഗ് ഗ്രെയിൻ വീറ്റ് സ്റ്റോക്സ് ടു റിമൂവ് ഗ്രെയിൻസ്. മനസ്സിലായോ? ഓസ്റ്റിന് മനസ്സിലായോ എന്തെങ്കിലും തോമസ് പറഞ്ഞത്? എന്തെങ്കിലും മനസ്സിലായോ?
പറയില്ല. മനസ്സിലായി. ആ എന്താ ഒരുപാട് ഇതും കൊണ്ട് അരയ്ക്കുമ്പോ അങ്ങനെയാണ് ഞാൻ അത്ര കേട്ടുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് ഇപ്പൊ മാം കാണിച്ച PPT കണ്ടോ, മീൻ സ്ലൈഡ് കണ്ടോ മോൻ? അത് കണ്ടു. ആ അതില് ഒരു കുട്ടീനെ ഇപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം ഈ കുട്ടി എന്ന് പറയുന്നത് ഓസ്റ്റിൻ ആണ്. ആ. ഓക്കെ, അപ്പൊ ഓസ്റ്റിന്റെ കയ്യിൽ എന്തോ ഉണ്ട്, അതാണ് എന്ത് വീറ്റ് സ്റ്റോക്സ്. ആ. അതൊക്കെ ഐ മീൻ നെല്ലല്ല, ഗോതമ്പിന്റെ കതിരെന്ന് പറയാം നമുക്ക്, അങ്ങനെ തോന്നുന്നു. ആ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർഫസിൽ ഹിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്രെയിൻസ് മീൻ നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഗ്രെയിൻസ് ഇങ്ങനെ തെറിച്ചു പോകും. ഉം. അപ്പൊ നമുക്ക് ആ ഒരു കതിരിന്ന് ഗ്രെയിൻസ് കിട്ടും. അങ്ങനെ നമ്മൾ ഹിറ്റ് ചെയ്തിട്ട് ഗ്രെയിൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്, ത്രഷിങ്. ഓക്കെ, ആ. അപ്പൊ ത്രഷിങ്ങിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. രക്ഷിക്കലോ? ആ എക്സാമ്പിൾ ഇപ്പൊ സെപ്പറേറ്റിംഗ് Separate. ഗ്രെയിൻസ് ഫ്രം എന്ത്, സ്റ്റോക്സ്, വീറ്റ് സ്റ്റോക്സ്. നമ്മളിപ്പോ ആ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആ ഡെഫിനേഷൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ ത്രഷിങ് എന്താന്ന്? ആ. ഓക്കെ, ഇനി നമ്മള് മൂന്നാമത് തോമസ് കേൾക്കുന്നില്ല? തോമസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? ആയി. ഞാൻ കഴിഞ്ഞ ഒരു മിനിറ്റ് തോമസ്, ഒരു മിനിറ്റ് ഓസ്റ്റിൻ, ഒരു മിനിറ്റ്. തന്നു, ഞാൻ വന്നു. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചത് ത്രഷിങ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ തോമസ്, എന്താ പഠിക്കാൻ പോകുന്നത്? വിനോവിങ്. വിനോവിങ്. ഓക്കെ, വിനോവിങ് എന്ന് പറഞ്ഞ എന്താണ് അറിയോ ഓസ്റ്റിന്? ഇല്ല അല്ലെ? വിനോവിങ് എന്ന് പറഞ്ഞ ഒരു മിക്സ്ചർ ഉണ്ട് നമ്മുടെ കയ്യില്. അപ്പൊ ആ മിക്സ്ചർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ ബ്ലോൺ ചെയ്യും. അപ്പൊ ആ വിൻഡ് അല്ലെങ്കിൽ ആ കാറ്റ് കൊണ്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ അരിക്കുമ്പോ അതിൽ നിന്ന് നമ്മുടെ ലൈറ്റർ പാർട്ടിക്കിൾസ് എന്തെങ്കിലും തെറിച്ചു വീഴും, ഹെവിയർ പാർട്ടിക്കിൾസ് താഴോട്ട് വീഴും. അതാണ് വിനോയിങ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ തോമസ്? തെറ്റുണ്ടോ? ഒരു തെറ്റില്ല, എല്ലാം കണ്ടു. ഒരു തെറ്റുമില്ല അല്ലെ? ഓക്കെ, മനസ്സിലായോ? ഓസ്റ്റിന് മനസ്സിലായോ വിനോയിങ് എന്താന്ന്? മനസ്സിലായി. ഓക്കെ, ലാസ്റ്റ് വൺ, നാലാമത്തെ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? സീവിങ്. സീവിങ് ആണോ ഓസ്റ്റിൻ? സീവിങ് ആണോ നാലാമത്തെ? ആ. ഓക്കെ, അപ്പൊ സീവിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാ നമ്മുടെ കയ്യിൽ ഒരു മിക്സ്ചർ ഉണ്ട്. അപ്പൊ ആ മിക്സ്ചർ നമ്മൾ ഒരു സീവ് എന്ന് പറഞ്ഞാൽ വീട്ടില് അരിപ്പില്ലേ, അരിപ്പ ഇല്ലേ? വീട്ടിൽ അരിപ്പില്ലേ? അരിപ്പില്ലാത്ത വീട് ആ ഉണ്ടല്ലേ? അപ്പൊ ആ അരിപ്പ അല്ലെങ്കിൽ സീവില് നമ്മൾ ആ മിക്സ്ചർ ഇടും. അപ്പൊ അതില് ഹെവിയർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലാർജർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ആ സീവില് തന്നെ കിടക്കും. ലൈറ്റർ പാർട്ടിക്കിൾസ് നമ്മൾ അതിങ്ങനെ സീവ് ചെയ്യുമ്പോൾ താഴ്ത്തിക്കൂടെ പോകും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് സീവിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ 4 മെത്തേഡ്സ് പഠിച്ചു, സെപ്പറേഷൻ പഠിച്ചു, പിന്നെ നമ്മൾ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നലത്തെ എന്താ ഡേ 1 കോൺസെപ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായോ? 2 പേർക്കും 3 പേർക്കും, മൂന്നാമത് ഒരാളുണ്ട്. ഓക്കെ, മനസ്സിലായോ? ആ. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. മാം ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? Yes, Sorry. ma'am. ചോദിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എഴുതാൻ നിന്നാ നമ്മളെ സമയം പോകും. സ്ക്രീൻഷോട്ട് എടുത്തോ 2 പേരും 3 പേരും? എടുത്തു. ഓക്കെ, ഈ സെഷൻ കഴിയുമ്പോ ക്വസ്റ്റ്യൻ എഴുതി വെക്കണം കേട്ടോ, ടെക്സ്റ്റില് ബുക്കില് എഴുതി വെക്കണം. ആൻസേഴ്സും എഴുതി വെക്കണം കേട്ടോ കൂട്ടത്തില്. ഓക്കെ, അപ്പൊ മാം ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. Why is hand picking suitable for removing stones from grains but not for removing husk from large quantities of wheat?
മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓസ്റ്റിൻ മനസ്സിലായോ ക്വസ്റ്റ്യൻ? വായിച്ചു നോക്കിയേ ക്വസ്റ്റ്യൻ, രണ്ടുപേരും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഓസ്റ്റിൻ സ്റ്റക്കാണോ? ഓസ്റ്റിൻ സ്റ്റക്കാ. തോമസ് വായിച്ചു നോക്കിയോ ക്വസ്റ്റ്യൻ? ആ. മനസ്സിലായോ? ആ. എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? പറഞ്ഞു കൊടുത്തേ ഓസ്റ്റിനായാലും. Why is handpicking suitable for removing stones from grains, but ഉം. not for removing husks from large quantities of wheat? ഉം. എന്തുകൊണ്ടാ? ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്തിട്ട് ഗ്രെയിൻസ് ചെയ്ത് സ്റ്റോൺസ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് സ്യൂട്ടബിൾ ആണ്, പക്ഷെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വീറ്റിന്ന് ഹസ്ക് റിമൂവ് ചെയ്യാൻ ഹാൻഡ് പിക്കിംഗ് സ്യൂട്ടബിൾ അല്ല. എന്തുകൊണ്ട്? Handpicking has some limits. It should have different sizes and a very small quantity. In removing stones from grains, the stones are larger than the grains, but not for for removing husk from large quantities of wheat, it's a lot harder, and the size of the husk is a lot similar to the size of the wheat. ഓ, ഇത് എങ്ങനെ ആൻസർ? ഇത്ര വലിയ ആൻസർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞേ. ദൈവമേ, പഠിച്ചൂലോ. എന്ത് ഓസ്റ്റിൻ പകച്ചു നിക്കണേ? അല്ല, ഓസ്റ്റിൻ തോമസ് പകച്ചു നിക്കണേ. ഓക്കെ, ഓസ്റ്റിൻ പറഞ്ഞ ആൻസർ കേക്കട്ടെ മാം ഒന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രെയിൻസിന്ന് സ്റ്റോൺസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹാൻഡ് പിക്കിംഗ് സ്യൂട്ടബിൾ ആണ്, പക്ഷെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വീറ്റിന്ന് ഹസ്ക് റിമൂവ് ചെയ്യുന്നത് സ്യൂട്ടബിൾ അല്ല യൂസിങ് ഹാൻഡ് പിക്കിംഗ്. എന്താ ആൻസർ പറഞ്ഞേ? തോമസ് പറഞ്ഞു. ഇനി എനിക്ക് ഓസ്റ്റിന്റെ ആൻസർ കേൾക്കണം. അതാണോ അല്ലേന്നാണോ ക്വസ്റ്റ്യൻ? അതായത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വീറ്റിന്ന് ഹസ്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഹാൻഡ് പിക്കിംഗ് സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞവര്. പക്ഷെ എന്താ, ഗ്രെയിൻസിന്ന് സ്റ്റോൺസ് സെപ്പറേറ്റ് ചെയ്യാൻ ഹാൻഡ് പിക്കിംഗ് സ്യൂട്ടബിൾ ആണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഹാൻഡ് പിക്കിംഗ്. അതാണ് ഞാൻ ചോദിച്ചത്. ഹാൻഡ് പിക്കിംഗ്. It is so small. കേക്കട്ടെ. ഓസ്റ്റിൻ ആൻസർ ചെയ്തിട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് ഓസ്റ്റിൻ അല്ല, സോറി, തോമസ് എഴുതി വെക്കിട്ടോ. തോമസ് പറ. അല്ല, ഓസ്റ്റിൻ പറ. അത് ഞാൻ പറഞ്ഞു. പറഞ്ഞോ? ആ, ഞാൻ കേട്ടില്ല, ഒന്നുകൂടി പറ. പ്രായമായി കേൾക്കുന്നില്ല. it's so small. അതായത് ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അൺവാണ്ടഡ് സബ്സ്റ്റൻസ്, സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ള അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് എന്താണ് ഓസ്റ്റിൻ? ഹാൻഡ് പിക്കിംഗ്. ഹാൻഡ് പിക്കിംഗ്. സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിന്ന് മിക്സ്ചറിന്ന് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്മോൾ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് വിസിബിൾ ആണ്. അതുപോലെ തന്നെ എന്താ, നമുക്കത് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ റൈസ് പോട്ടെ, എന്തായിരുന്നു അത്? ഗ്രെയിൻസിൽ സ്റ്റോൺസ് എടുക്കുന്നത് നമുക്ക് അതൊരു സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ പെട്ടെന്ന് വിസിബിൾ ആവും എന്ത്, സ്റ്റോൺസ്. അങ്ങനെ നമുക്ക് ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്തത് പറക്കി കളയാം, അല്ലെ? കറക്റ്റ് അല്ലേ തോമസ് ഓസ്റ്റിൻ? കറക്റ്റ്. ഓക്കെ, പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് കുറെ ഉണ്ട്, അല്ലെ? അതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമാണോ? അല്ല. അല്ല. ഇത് വൃത്തിക്കായിട്ട് എങ്ങനെ ആൻസർ പറയുന്നത്? Limit. ഞാൻ പറയാം. ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞു വീറ്റ്. അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഹസ്കും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, അല്ലെ? അപ്പൊ നമുക്കത് പെട്ടെന്ന് വിസിബിൾ അല്ല.
അപ്പൊ പെട്ടെന്ന് നമുക്കത് ഹാൻഡ് പിക്ക് ചെയ്ത് കളയാനും പറ്റില്ല അല്ലേ? Ah. അപ്പൊ അത് കൂടുതൽ എന്ത് ചെയ്യും? ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ വലിയൊരു പാത്രം ഉണ്ട് എൻ്റെ കയ്യില്. വലിയ പാത്രം. അത് നിറച്ച് വീറ്റ, Ah. അതുപോലെ തന്നെ അത് നിറച്ച് എന്താ ഹസ്ക. Ah. അപ്പൊ അതീന്ന് ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ തളരും. താടിയുമെന്ന് കൈ മാറ്റി ക്വസ്റ്റ്യൻ നേരെ ഇരിക്കും. ഓക്കെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് എന്താ വീറ്റിൽ നിന്ന് ഹസ്ക് റിമൂവ് ചെയ്യാൻ ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ മെത്തേഡ് അല്ല. ആണോ? അല്ല. ആണോ? അല്ല. അല്ല. ഒരു സത്യം അല്ല. ഈ മാം ഇത് പറയണല്ല. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. കിട്ടിയില്ലേ രണ്ടുപേർക്കും? കിട്ടി. കിട്ടിയോ? ശരിക്കും കിട്ടിയോ? കിട്ടി കിട്ടിയില്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെ. അല്ല, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം മാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞു വീറ്റിൽ നിന്ന് ഹസ്ക് റിമൂവ് ചെയ്യാൻ. അപ്പൊ ഏത് മെത്തേഡ് ആയിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കുക? ക്രഷിംഗിൽ നമ്മുടെ കയ്യിൽ എന്താ? ബിനോയ് പറഞ്ഞു തെറ്റിപ്പോയതാ. ആണോ? ബിനോയ് തോമസ് പറയുന്നു വിനോയ്. അത് ലോക്ക് ചെയ്ത്. ഓസ്റ്റിൻ എന്ത് പറയുന്നു? ബിനോയ്. അതെന്താ ഓസ്റ്റിൻ വിനോയ് പറഞ്ഞേ? തോമസ് പറഞ്ഞോണ്ടോ? ഓക്കെ. വിനോയിങ് ആണ് എന്ത് വീറ്റീന്ന് ഹസ്ക് റിമൂവ് ചെയ്യാനുള്ള സ്യൂട്ടബിൾ മെത്തേഡ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സെപ്പറേഷൻ? രണ്ട് ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞോ. 1, 2, 3 സ്റ്റാർട്ട് പറഞ്ഞോ. സെപ്പറേഷൻ ഏതാണ്? process of removing unwanted substances from a mixer to obtain a pure substance. ഓസ്റ്റിൻ എന്താ പറയാഞ്ഞേ? Separation is a process of ഒരു മിനിറ്റ്, ഞാൻ അതിന് മുന്നേ തോമസിനെ ഒന്ന് അഭിനന്ദിക്കട്ടെ. തോമസ് പറഞ്ഞത് കറക്റ്റാ. വാ. ഓക്കെ, ഓസ്റ്റിൻ പറഞ്ഞ. separation is a process of separating particle from a mixture. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സെപ്പറേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. വായിക്കട്ടെ മാം. തോമസ് എനിക്ക് സമ്മതം തന്നില്ല വായിക്കാൻ. തോമസ് വായിക്കട്ടെ. വായിക്കി. ഓക്കെ. Third question. If the grains and stones were exactly the same size, would hand picking still be effective? Why? മനസ്സിലായില്ലേ? ഓസ്റ്റിന് പറഞ്ഞു കൊടുത്ത തോമസ്. എന്താ തേർഡ് ക്വസ്റ്റ്യൻ? ഇപ്പൊ ഈ ഗ്രെയിൻസിന്റെ അതേ സൈസാണ് സ്റ്റോൺസ് ആണെങ്കിൽ അപ്പൊ ഹാൻഡ് പിക്കിങ് ഉപകാരപ്പെടോ? എന്തുകൊണ്ട് ഉപകാരപ്പെടോ ഓസ്റ്റിൻ? എന്തുകൊണ്ട്? ഉപകാരപ്പെടോ? യെസ്. ആണോ യെസ് പറഞ്ഞത് അവിടെ? Because of their shape and color are different. Yes. യെസ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. കല്ലിന്റെയും ഗ്രെയിൻസിന്റെയും കളർ സൈസും ഡിഫറെന്റ് അല്ല, കളറും ഷേപ്പും. എന്താ പറഞ്ഞു തോമസ് പറഞ്ഞിട്ട് ഓസ്റ്റിന് പറ്റോ? If the grains and stones are exactly same size, would a hand picking still be effective? Why? Yes. Yes. എന്ത് കാരണം? അതിന്റെ കളറ് വേറെ ഇങ്ങനെ എടുത്തു മാറ്റും.
ഇതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഡിഫറെന്റ് അല്ലേ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ ആൻസർ എന്താ? ഇഫക്റ്റീവ് ആണോ നമ്മുടെ സംഭവങ്ങളൊക്കെ സെയിം സൈസ് ആണെങ്കിൽ? ആണോ? യെസ് ആണ് നിങ്ങൾ പറഞ്ഞത്. യെസ് ആണ് പറഞ്ഞത്. ആ രണ്ട് യെസ്. 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 റീസൺ എന്താ? Because of the shape and the color are different. എന്താ? Because of their shape and the color are very different. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും കളറും ഷേപ്പും ഡിഫറെന്റ് ആന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എന്തുകൊണ്ട് പറഞ്ഞു കളറും ഷേപ്പും ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്യാന്ന്? No. ആ The logic yes ആണ്. മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ നോ. എന്നാൽ ശരിക്കും ലോജിക്ക് കൊണ്ട് ചിന്തിച്ച് യെസ് ആണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ആലോചിക്കുമ്പോ നോയാണ് ആൻസർ. ഹാൻഡ് പിക്കിംഗ് എഫക്റ്റീവ് അല്ല പാർട്ടിക്കിൾസ് സെയിം സൈസ് ആണെങ്കിൽ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനിൽ എഴുതണം നമ്മള്. ആദ്യം നമ്മൾ എഴുതണം ഹാൻഡ് പിക്കിംഗ് വുഡ് നോട്ട് ബി വെരി എഫക്റ്റീവ് ഇഫ് ദ പാർട്ടിക്കിൾസ് ഹാവ് സെയിം സൈസ്. തുടക്കത്തിൽ നമ്മൾ അങ്ങനെ എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നോ എന്നതിന്റെ റീസൺ എഴുതണം. ദിസ് ഇസ് ബിക്കോസ് ഹാൻഡ് പിക്കിംഗ് വർക്ക്സ് ബെസ്റ്റ് വെൻ അൺവാണ്ടഡ് മെറ്റീരിയൽ ക്യാൻ ബി ഈസിലി ഐഡന്റിഫൈഡ് ആൻഡ് പിക്ഡ് ഔട്ട്. അതായത് അൺവാണ്ടഡ് മെറ്റീരിയൽ, അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് ആ മിക്സ്ചറിൽ നമുക്ക് വിസിബിൾ ചെയ്യാൻ പറ്റിയാലേ എന്തുണ്ടാവൂ, നമുക്ക് അതിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്ത് ആ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലേ അല്ല മക്കളെ? അല്ലേ? ആ ഓക്കെ. അപ്പോ പാർട്ടിക്കിൾസ് സെയിം സൈസ് ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വിസിബിൾ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റോ? സെയിം സൈസ് ആണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോ ഒറ്റ നോട്ടത്തിൽ ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റോ? പറ്റൂല. പറ്റൂല അല്ലേ? അപ്പൊ ഇപ്പൊ മനസ്സിലായ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന്? ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്താ തോമസ് ആൻസർ എന്ന് പറഞ്ഞ? നോ. നോ ഒറ്റ സ്വരത്തിൽ പറയാതെ ഡെഫിനിഷൻ രൂപത്തിൽ പറഞ്ഞതാ. No, because it's harder. And picking has limit. It should have the same size. It might be hard. It's harder to to find the rocks pieces from the grains. So it's harder. സെയിം സൈസ് ആണ് പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നത് കൂടുതൽ ഇഫക്റ്റീവ് ആണോ? ഓസ്റ്റിൻ പറഞ്ഞു, തോമസ് നോക്കാം. ഓക്കെ, ഓസ്റ്റിൻ പറഞ്ഞു. നോ. നോ. ആ ആൻസർ എത്ര നേരം? ഓ മൈ ഗോഡ്. എന്താ? എന്താ ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്തിട്ട് സെയിം സൈസ് ഉള്ള പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇഫക്റ്റീവ് ആണോ? 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 അല്ല. അല്ല. റീസൺ പറഞ്ഞതാ. അത് സെയിം സൈസ് ആണ്, നമുക്ക് വേഗം കണ്ടുപിടിച്ചെടുത്ത് പറ്റൂല. പറ്റൂല അല്ലേ? പറ്റില്ല അല്ലേ? ഓക്കെ. ഓ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ പറയാം. ഹാൻഡ് പിക്കിംഗ് വുഡ് നോട്ട് ബി വെരി എഫക്റ്റീവ് ഇഫ് ദ ഗ്രെയിൻസ് ആൻഡ് ദി സ്റ്റോൺസ് were in same size because എന്തായിരുന്നു? It is not same size. Sizes are exactly same.
ആ അതായത് സൈസ് സെയിം ആയി കഴിഞ്ഞാൽ അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെ നമുക്ക് മര്യാദയ്ക്ക് വിസിബിൾ ചെയ്യാൻ പറ്റില്ല. ദെൻ നമുക്ക് അതിൽ നിന്ന് ഹാൻഡ് പിക്ക് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യൽ അത്ര എഫക്റ്റീവ് അല്ല. അങ്ങനെ വേണ്ടിട്ട് നമുക്ക് ആൻസർ എഴുതാൻ. ആ ഓക്കെ, ശരിയായിട്ട് എഴുതില്ലേ? സ്കൂളിൽ എക്സാം ചോദിക്കുമേ സ്കൂൾ ഇല്ല അല്ലേ? ചാപ്റ്റർ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കുമ്പോ എഴുതിയാ മതി. ഉം. ഓക്കെ, ഇനി 4th ക്വസ്റ്റ്യൻ. ആദ്യം ഓസ്റ്റിന് 4 മെത്തേഡ് അറിയുള്ളൂ, അതുകൊണ്ട് ഓസ്റ്റിന് അവസരം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തോമസേക്ക് 9 എണ്ണം പറഞ്ഞുതരണം. ഓക്കെ ഓക്കെ, ചോദിക്കാൻ പോവാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് വേരിയസ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് കോമ്പണൻസ് ഫ്രം ദയർ മിക്സ്ചേഴ്സ്. എന്താ ക്വസ്റ്റ്യൻ? എന്താ വേരിയസ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ? ഒരു മിക്സ്ചറിൽ നിന്ന് നമ്മുടെ പാർട്ടിക്കിൾസ് സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ് ഓസ്റ്റിൻ പറഞ്ഞു പഠിച്ചിട്ടുള്ളോ? ഹാൻഡ് പിക്കിംഗ്, ആ പിന്നെ ക്രഷിംഗ്, ക്രഷ് എന്താ എന്താ തീയൻ ക്രഷിംഗ്, ക്രഷിംഗ്. ഓക്കെ, ദെൻ പിന്നെ വിനോയിങ്, വിനോയിങ്, പിന്നെ ആ സീവിങ്. സീവിങ്. കറക്റ്റ് അല്ലേ തോമസ്? കറക്റ്റാണ്. തോമസ് 9 എണ്ണം പറഞ്ഞു. തോമസ് ഇന്നലത്തെ ക്ലാസ് ഉണ്ടായതല്ലേ, പറഞ്ഞു. ഓക്കെ. ഹാൻഡ് പിക്കിങ്, സീവിങ്, ഇവാപറേഷൻ, സെഗ്മെന്റേഷൻ, ഫിൽട്ടറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, ബാക്കി 5 എണ്ണം പഠിക്കൂട്ടോ ഓസ്റ്റിൻ. പിന്നെ ഓക്കെ, 5th question. Why do heavier grains fall near the farmer while lighter husk falls further away during winnowing? Winnowing 3 പേര്, മൂന്നാമത്തെ ഒരാൾ മിണ്ടുന്നില്ല. 3 പേര് ആലോചിച്ചോ വിനോയിങ് എന്താണ്? ആലോചിച്ചോ, കിട്ടിയോ വിനോയിങ് എന്താണ്? വിനോയിങ് എന്താണ്, കിട്ടിയോ? വിനോയിങ് എന്താ? The process of blowing lighter components from a mixture by blowing air at them, so the lighter components will starter or ഓസ്റ്റിന് കിട്ടിയോ വിനോയിങ് എന്താണ്? The process of പറഞ്ഞോ. separating. അത് വേറെ എഴുതി ഇത് അറിയില്ലേ? കിട്ടുന്നില്ലേ? ഇല്ല. ഷേട്ടാ, അതായത് വിനോയിങ് എന്ന് പറയുമ്പോ ലൈറ്റർ കമ്പോണൻസ് എവിടെ നിന്ന്? ഹെവിയർ കമ്പോണൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വിനോയിങ്. അല്ലേ തോമസ്? ഡൺ. യാ, ഓസ്റ്റിന് ഇതിന് അഭിപ്രായം ഉണ്ടോ ഇതില്? ഇല്ല അല്ലേ? എനിക്കൊരു അഭിപ്രായമില്ല മിസ് ചെയ്യുന്നൊക്കെ. ഓക്കെ, അപ്പൊ വിനോയിങ് എന്ന് പറയുമ്പോ നമ്മുടെ ഒരു മിക്സ്ചർ ഉണ്ടാവും. അപ്പൊ അതില് ലൈറ്റർ കമ്പോണൻസ് ഉണ്ടാവും, ഹെവിയർ കമ്പോണൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു സംഭവത്തിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അതായിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഐ മീൻ ഇങ്ങനെ കാണിക്കൂട്ടാ. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ അത് ബ്ലോൺ ചെയ്യും. അപ്പൊ അതിന്റെ എയർ കൊണ്ട് എന്തുണ്ടാവും? ഈ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന ആ പാർട്ടിക്കിൾസിൽ ലൈറ്റർ പാർട്ടിക്കിൾസ് തെറിച്ച് വീഴും ദൂരേക്ക്. ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ആ. അപ്പൊ എളുപ്പമാണ്. ആൻസർ ആദ്യം പറയുന്നത് ഓസ്റ്റിനാ. ഓക്കെ, പറഞ്ഞു ഓസ്റ്റിൻ. Why do heavy grains fall near the farmer while light husk falls further away during winnowing? Winnowing സമയത്ത് ലൈറ്റർ ആയിട്ടുള്ള ഹസ്ക് എന്താ ദൂരെ വീഴുന്നു, അതുപോലെ ഹെവിയർ ഗ്രെയിൻസ് ഫാർമർ അടുത്ത് വീഴുന്നു. എന്തുകൊണ്ട്? വിനോയിങ് ചെയ്യുമ്പോ എന്തുകൊണ്ട്? അത് ലൈറ്റർ വെയിറ്റ് ആയതുകൊണ്ട് കാറ്റ് അതിനെ പിടിക്കും. പോവും. പിന്നെന്താ? ഓപ്പോസിറ്റ് സൈഡിൽ കാറ്റ് വരുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല. പിന്നൊന്നുമില്ല അല്ലെ? എന്താ തോമസേ, ശരിയാണോ? ശരിയാ. ശരിയാണോ?
ശരിയാണോന്ന് ചോദിച്ചാ ആണ്. ഇച്ചിരി കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇച്ചിരി കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാല്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്തേ തോമസ് ഓസ്റ്റിൻ ഒന്ന്. ഓസ്റ്റിന്റെ പെൻ സൂപ്പർ ആണല്ലോ. മലയാളത്താണോ അല്ലെങ്കിൽ മലയാളത്തിൽ പിന്നല്ലത് അതങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്ക്. it is because that the lighter grains can be the wind can put more force on the lighter objects, so they fly farther. But the heavier objects, the wind it is harder for the wind to push it, so it won't fly that far as the lighter one. ഓക്കെ, മനസ്സിലായോ ഓസ്റ്റിൻ എന്തെങ്കിലും? ഒന്നും മനസ്സിലാവാൻ സാധ്യത. തോമസ് ഒക്കെ പഠിച്ചു എന്ന് ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് പറയാ. ഓസ്റ്റിൻ അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോ അയ്യോ അയ്യോ അങ്ങനെയായോ? ഇല്ല. ഇല്ല അല്ലെ? അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോ വിനോയിങ് സമയത്ത് ഡ്യൂറിങ് വിനോയിങ് ദ മിക്സ്ചർ ഓഫ് ഗ്രെയിൻ ആൻഡ് ഹസ്ക് ഈസ് allowed to fall from a height while air is blown across it. അതായത് വിനോയിങ് സമയത്ത് നമ്മൾ കാണിക്കുമ്പോ, അതായത് നമ്മള് സംഭവം താഴത്തോട്ട് ഇടാ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? വീശു. അപ്പൊ അതിന്റെ അല്ലെങ്കിൽ ആ വിൻഡ് വെച്ച് ലൈറ്റർ പാർട്ടിക്കിൾസ് കാറ്റടിക്കുമ്പോ എന്തുണ്ടാവും? പറന്നു പോകും അല്ലേ? അതെ ഓക്കെ, അപ്പൊ ആ അതെ ലൈറ്റർ അതെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അകലെ പറന്ന് വീഴും. ദെൻ ഹെവിയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഫാർമറിന്റെ അടുത്ത് വീഴും. ഓക്കെ, അതാണ് വിനോയിങ്. മനസ്സിലായ പേർക്കും? എനിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി മനസ്സിലായത്. ഓസ്റ്റിന് മനസ്സിലായോ? മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് തെറിച്ചു വീഴുന്നത്? ആ പാർട്ടിക്കിൾസിന്റെ മീൻ ചിലത് ഹെവിയർ ആണ്, ചിലത് ലൈറ്റർ ആണ്. അപ്പൊ അതിൽ ലൈറ്റർ പാർട്ടിക്കിൾസ് ആണ് തെറിച്ചു വീഴുന്നത് അല്ലേ? അപ്പൊ ഫിഫ്ത് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? കിട്ടി അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദ ടേം വിനോയിങ്. അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അത് വീണ്ടും ഡിസ്കസ് ചെയ്യണോ? വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസസ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തോ. ക്ലാസ് എടുത്തു കഴിയുമ്പോ പറയണം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, ക്ലാസ് കഴിയുമ്പോ എഴുതണം കേട്ടോ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ആൻസറും കൂടി കൂട്ടത്തിൽ എഴുതി പോണം. ഓക്കെ, അപ്പോ നമ്മുടെ സെവൻത് ക്വസ്റ്റ്യൻ. വൈ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ഇമ്പോർട്ടന്റ് ബിഫോർ ചൂസിങ് എ സെപ്പറേഷൻ മെത്തേഡ്. നമ്മളിപ്പോ നമ്മുടെ മൊത്തം 9 സെപ്പറേഷൻ മെത്തേഡ്സ് ഉണ്ട് അല്ലേ? അപ്പോ അതിൽ നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനേക്കാളും മുമ്പ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാവണം അല്ലേ? പ്രോപ്പർട്ടീസ് മനസ്സിലായാലേ നമുക്ക് ഏത് മെത്തേഡ് ചൂസ് ചെയ്തത് സെപ്പറേറ്റ് പറ്റൂ അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്? നമ്മൾ ഒരു മെത്തേഡ് ചൂസ് ചെയ്യണേക്കാളും മുന്നേ ആ സബ്സ്റ്റൻസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? Because all the methods of separation have some places where it's not usable. For example, we can really use hand picking for removing a large quantity of husk and wheat, but for winnowing it's a lot easier. Oh, very good. തോമസ് അവിടെ ഇരിക്കി, നിന്ന് ആൻസർ പറയണ്ട. ഓക്കെ, ഓസ്റ്റിൻ. ഇനി ഓസ്റ്റിൻ ആണ് അടുത്തത്. ഓസ്റ്റിൻ പറ, എന്തുകൊണ്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണേക്കാളും മുന്നേ സബ്സ്റ്റൻസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നേ? അതായത് ഞാൻ പറഞ്ഞുതരാം, പറയട്ടെ? വേണ്ട, നീ പറഞ്ഞു. ഓസ്റ്റിൻ പറഞ്ഞു. എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞൂടാ. ഓക്കെ, അതായത് നമ്മൾ ആ സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അതായത് ഡിഫറെന്റ്
സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് എന്താ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്, ഐ മീൻ പ്രോപ്പർട്ടി, സോറി, ഓക്കെ. അതായത് ഡിഫറെന്റ് മെത്തേഡ്സ് വർക്ക് എപ്പോഴും ഡിഫറെന്റ് മെത്തേഡ്, എന്തൊക്കെയാ ഞാൻ പറയണം അല്ലേ? ഓസ്റ്റിൻ മറന്നു എന്ന് പറഞ്ഞപ്പോ ഞാനും മറന്നുപോയി. തോമസ് ഒന്നും കൂടി എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കേ. Okay. ആ പറ. Because all the methods of separation have some places where it's weak, where it's not suitable. For example, it's hard, it's not really suitable for a separate. Hand picking is not suitable for separating a husk from a wheat, but winnowing makes it a lot easier. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലേക്ക് ഓർമ്മ വന്നപ്പോ താങ്ക്സ്. കൈയടിക്കാണോ ഓസ്റ്റിൻ? ഓസ്റ്റിൻ പറ, എനിക്ക് ഓർമ്മ വന്നു. ഓസ്റ്റിൻ ഓർമ്മ വന്നോ നോക്കട്ടെ ഞാൻ. ഓക്കെ, അതായത് ഡിഫറെന്റ് മെത്തേഡ്സിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ എല്ലാ മെത്തേഡ്സും എല്ലാ സബ്സ്റ്റൻസിനും ആപ്റ്റ് ആവണം എന്നില്ല. ഇല്ല. ഇപ്പൊ എന്താ, സെയിം ഡിഫറെന്റ് സൈസ് ഉള്ള രണ്ട് സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം? എന്ത് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം? Hand picking. Hand picking. Hand picking. പിന്നെ അറിയുന്നില്ല. സൈസ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ആ മെത്തേഡാ യൂസ് ചെയ്യുക. ഏത് മെത്തേഡാ അത്? ഹാൻഡ് പിക്കിംഗ്. അല്ല, Sieving. സൂര്യനാ? എന്താ കേട്ടില്ല? Sieving. ഓസ്റ്റിൻ ഓർമ്മയുണ്ടത്? എന്താ അല്ല പറഞ്ഞു? സീവിങ്. സീവിങ്. ഓക്കെ, അപ്പൊ സൈസ് ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സീവിങ് ചൂസ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ സീവിങ് ചെയ്യുമ്പോ നമുക്ക് എന്തറിയണം? ആ സബ്സ്റ്റൻസ് സെയിം സൈസ് ആണോന്ന് അറിയണം. അപ്പൊ നമുക്ക് അവിടെ ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് നമ്മുടെ സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ചൂസ് ചെയ്യുന്നേക്കാൾ മുന്നേ ആ സബ്സ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഇപ്പൊ മനസ്സിലായോ തോമസ്, ഓസ്റ്റിൻ? യെസ്. Okay, next question. Which method is used to separate grains from stalks? ഏതാ? പറഞ്ഞോ. ഏതാ? എന്താണ് ഓസ്റ്റിൻ അത്? തോമസ് പറഞ്ഞ ആൻസർ എന്താ? തോമസ് പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ക്ലിയർ ആയി കേട്ടു. Threshing. കേട്ടു. കേട്ടൂല്ലേ? അപ്പൊ സ്റ്റോക്സ് ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് മെത്തേഡ് യൂസ് ചെയ്യണ്ടേ? Threshing. ഓക്കെ, 9th question. വായിക്കട്ടെ? Okay. Can one separation method solve every separation problem? പറ്റോ? No. തോമസ് എന്ത് പറയുന്നു? No. എന്തുകൊണ്ടാ? Because all have a different places where it's suitable for. Okay. ഓസ്റ്റിൻ ആൻസർ എന്താ? എല്ലാത്തിനും ഒരു സാധനം സ്യൂട്ടബിൾ ആവാൻ പറ്റൂല. അതൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞതാ. Everything cannot be suitable in one thing. സിമിലർ ആയിട്ട് തോന്നുന്നു. എന്താ? എന്റെ ആൻസർ ആയിട്ട് സിമിലർ ആയിട്ട് സിമിലർ ആയിട്ട് തോന്നിയാ? ഓസ്റ്റിൻ സിമിലർ ആയിട്ട് തോന്നിയെന്ന് തോമസിന് മനസ്സിലാക്കി. തോമസ് അത് കുഴപ്പമില്ല. അപ്പൊ ഡിഫറെന്റ്, ഐ മീൻ ഒരു മെത്തേഡ് തന്നെ, സെപ്പറേഷൻ മെത്തേഡ്സ് തന്നെ നമുക്ക് എല്ലാ സെപ്പറേഷൻ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ില് പല ടൈപ്പ് ഓഫ് കമ്പോണൻസ് ഉണ്ടാവും. ആ പല ടൈപ്പ് ഓഫ് കമ്പോണൻസിൽ പല ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? എന്താ മിണ്ടാത്ത രണ്ടുപേരും? അത് തന്നെ.
അത് തന്നെ. ഓക്കെ. ഓസ്റ്റിൻ ആണോ? ആണ്. ആണ്. എന്താന്ന് ഡൗട്ട് അടിച്ച് പറയണേ? സംശയമുണ്ടോ ഞാൻ പറഞ്ഞു തരുന്നതില്? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പോ പല മിക്സ്ചേഴ്സിനും ഉള്ള സബ്സ്റ്റൻസിന് പല ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുകൊണ്ട് എവറി സെപ്പറേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് എന്താ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻസർ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓസ്റ്റിൻ തമ്പ് തന്നില്ല മാമിന്. അപ്പൊ ഓസ്റ്റിന് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? ഓക്കെ. ഓക്കെ. ഇനി 10th ക്വസ്റ്റ്യൻ, ഡിഫറൻസ് സീവിങ്. സീവിങ് ആരെ പറഞ്ഞിരുന്നു എനിക്ക്? സീവിങ് എന്താന്ന്? സീവിങ് പറ. പറയ്. പറയണോ? പറഞ്ഞോ. The process of separating smaller particles from bigger particles by letting finer particles through a net-like structure called a sieve to separate is called a sieve. ഓക്കെ. ഓസ്റ്റിൻ പറ. പാസ് എന്നാണ് പറഞ്ഞേ. എന്താ സീവിങ് പറ. സീവിങ് എന്ന് പറയുമ്പോ സെയിം സൈസ് അല്ല പാർട്ടിക്കിൾസ്, ഡിഫറെന്റ് സൈസ് ഉള്ള ഒരു ഹെവിയർ പാർട്ടിക്കിൾ ഉണ്ടാവും, ഒരു ലൈറ്റർ സൈസ് ഉള്ളത് ഉള്ളത് ഓട്ടെ കൂടെ കൂടെ പോകുന്നു. അതായത് നമ്മൾ ഒരു സീവ് യൂസ് ചെയ്തിട്ട് ഹെവിയർ പാർട്ടിക്കിൾസിൽ നിന്ന് ലൈറ്റർ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആണ് എന്ത്? സീവിങ്. കറക്റ്റ്. Correct. Okay. Next question. What is a sieve with very large holes not suitable for separating bran from wheat flour? എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇല്ല. Because the flour is a fine particle, so bigger holes in a sieve would let through all the particles through, which does not let to separation. ശരിയാ ശരിയാ. ഓസ്റ്റിന് കിട്ടിയ ആൻസർ? എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ മനസ്സിലായി. അത് ഞാൻ അതായത് നമ്മുടെ ഒരു സീവ് ഉണ്ട്. സീവ് എന്ന് പറഞ്ഞ ആര്യപ്പാ. അപ്പൊ സീവില് ലാർജർ ഹോൾസ് ആ പിങ്കിയോട്ട. ആ ലാർജർ ഹോൾസ് സ്യൂട്ടബിൾ അല്ല എന്തിന്? ഫ്ലോർ, നമ്മുടെ വീറ്റ് ഫ്ലോർ ഇല്ലേ, ഗോതമ്പ് മാവ്. ഗോതമ്പ് മാവിലെ ആ ഹെവിയർ പാർട്ടിക്കിൾസ് മീൻ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആണ് ബ്രാൻ. ഗോതമ്പ് മാവിലെ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആണ് ബ്രാൻ. ആ ബ്രാൻ എന്ത് ചെയ്യണം? നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ലാർജർ ഹോൾസ് ഉള്ള സീവാണ്. അത് സ്യൂട്ടബിൾ അല്ല എന്നങ്ങോട്ട് പറയാ അവര്. സ്യൂട്ടബിൾ അല്ല. ഓക്കെ. അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം വലിയ ഓട്ടയിൽ കൂടെ രണ്ടും പോകും. Straight answer. ഇംഗ്ലീഷ് ആൻസർ. എക്സാമിന് ആൻസർ ചെയ്തു അതുപോലെ പറഞ്ഞതാ മാമിന്. both substance will go inside the അതായത് ഇവിടെ നമുക്ക് പറയാം a sieve with larger holes would not be suitable because holes may allow both substances like wheat particles and bran particles to pass through the hole. മനസ്സിലായോ? തന്നെയാണോ ആൻസർ? തോമസ് ആണോ? അതെ. അതെ. ഓസ്റ്റിൻ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി 12th ക്വസ്റ്റ്യൻ ആയിക്കട്ടെ. Used to separate the sugar dissolved in water. Why or why not? Can sieve be used to separate sugar dissolved in water? Why or? പറ കേക്കട്ടെ. It is not possible because the sugar is already dissolved in water. So it's not possible to separate using sieving. The possible way of doing this is you can evaporate it. Very good. മനസ്സിലായോ?
ഷുഗർ ആ സൊല്യൂഷനിന്ന് ഷുഗർ സെപ്പറേറ്റ് ചെയ്യാൻ സീവിങ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം വെള്ളത്തിൽ അത് കലങ്ങിപ്പോവും. ഉം. അതായത് അത് ഓൾറെഡി ഡിസോൾവ് ഇൻ വാട്ടർ ആണ് അല്ലെ? അപ്പൊ ആ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇൻസ്റ്റഡ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഷുഗർ സെപ്പറേറ്റ് ചെയ്യാൻ സൊല്യൂഷനിൽ നിന്ന്? തോമസ് പറഞ്ഞു തന്നു. ഓസ്റ്റിൻ അറിയോ? ഇല്ല അല്ലെ? കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് സെഷൻസിൽ അത് പഠിക്കാം. അപ്പൊ മാം ജസ്റ്റ് ആ വേർഡ് ഒന്ന് പറയാം. ഇവാപറേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് സീവിങ് നമുക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്യാം? ഷുഗർ സൊല്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ ആ ഓക്കെ. അപ്പൊ അതാണ് 12th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 13th ക്വസ്റ്റ്യൻ. suppose all particle is a mixture. All particles in a mixture are of the same size. Will sieving work ചെയ്യോ? No. No. ആലോചിച്ചോ? Yes. ആലോചിച്ചോ? ആ No. No. നോ ആണോ? No. എന്ത് ചിരിക്കണ ക്വസ്റ്റ്യൻ? no നോ. എന്തുകൊണ്ടാ പറഞ്ഞിട്ട് തോമസ്? എന്തുകൊണ്ടാ പറ്റാത്തെ? Because if all the particles in the mixture are the same size, it doesn't remove anything because the sieving works by letting through finer particles and keeping the larger particles. But if all the particles are the same size, it won't work. yes. വെരി ഗുഡ് വെരി ഗുഡ്. ഓസ്റ്റിന് എന്തേ ക്ലാപ്പ് തന്നിട്ടുണ്ട് തോമസിന്. നീ ഓസ്റ്റിൻ പറ. നീ ഓസ്റ്റിന് വേണ്ടി ഞാൻ ക്ലാപ്പ് ചെയ്യാം. പറ. Question ഞാൻ ആ തോമസും റെഡിയാണ് ഓസ്റ്റിന് വേണ്ടി ക്ലാപ്പ് ചെയ്യാൻ. ഓസ്റ്റിൻ പറ. In English അല്ലേ? പറ. It will not work because സെയിം സൈസ് ആണ് മറക്കരുത്. it is because it's same size and same size will not separate. അതായത് നിങ്ങൾക്ക് പറയാൻ അറിയാം. എന്ന് പറഞ്ഞതാണ്. കാരണം സെയിം സൈസ് ആണെങ്കിൽ അതും അവിടെ തന്നെ ഇരിക്കും. ഈ ചെറിയ സാധനത്തിലെ ഈ സീവിങ് താഴേക്ക് പോവും. വലിയ സൈസ് ആണെങ്കിൽ അവിടെ ഇതാക്കും. കറക്റ്റ് അല്ലേ തോമസ്? ക്ലാപ്പ് കൊടുത്ത്. ക്ലാപ്പ് തന്നു. ക്ലാപ്പ്. എഴുതണം കേട്ടോ. ഓക്കെ. അപ്പൊ സീവിംഗ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആണ് സീവിംഗ് അല്ലേ? ഓക്കെ. അപ്പൊ പാർട്ടിക്കിൾസ് സെയിം സൈസ് ആണെങ്കിൽ എന്തുണ്ടാവും? സീവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്താ സീവിങ് ഇവിടെ വർക്ക് ചെയ്യില്ല പാർട്ടിക്കിൾസിന് സെയിം സൈസ് ആണെങ്കിൽ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. You have to you have two sieves. നമ്മുടെ രണ്ട് sieves ഉണ്ട്. One with large holes and another with small holes. How can you use both to separate the mixture of stone, sand and flour? അതായത് രണ്ട് sieves ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നു എന്നിട്ട് പറയുന്നു. ഓക്കെ. രണ്ട് sieves ഉണ്ട്. ഈ കയ്യിലൊരു sieve, ഈ കയ്യിലൊരു sieve. ഓക്കെ. മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്? സാൻഡ് ഉണ്ട്, സ്റ്റോൺസ് ഉണ്ട്, ഫ്ലോർ ഉണ്ട്. ഫ്ലോർ എന്താ? ഗോതമ്പ് പൊടി. മീൻ അരിമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അങ്ങനെ എന്തെങ്കിലും. ഓക്കെ. ഫ്ലോർ ഉണ്ട്. സാൻഡ് എന്ന് പറഞ്ഞോ? മണല്. മണല് ആണോ? മണൽ ആണ്. മണലുണ്ട്. പിന്നെ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല്. ഓക്കെ. ഒരു മിക്സ്ചർ ഉണ്ട്. അതിൽ സ്റ്റോൺ ഉണ്ട്, സാൻഡ് ഉണ്ട്, ഫ്ലോർ ഉണ്ട്. ഓക്കെ. പിന്നെ രണ്ട് സീവ്സ് ഉണ്ട്. രണ്ടരിപ്പ. അപ്പൊ ഈ സീവ്സ് വെച്ചിട്ട് എനിക്ക് സ്റ്റോൺ കിട്ടും, സീവ് കിട്ടും, അതുപോലെ ഇത് കിട്ടും. എല്ലാം സെപ്പറേറ്റ് എങ്ങനെ കിട്ടും? ഞാൻ ഫസ്റ്റ് സീവ് എടുത്തു. ലാർജ് ഹോൾസ് ഉള്ള സീവ് ആദ്യം മാം എടുത്തു. ഞാൻ പറയട്ടെ. തോമസ് പറ. ഓക്കെ പറ കേക്കട്ടെ. Put the two sieves together. First, take the
വെയിറ്റ് ചെയ്. ഉം. So first take the sieve with the large holes and put it inside the sieve with the small holes. Then drop the mixture. So the stones will stone no തെറ്റിപ്പോയി. ആദ്യം സ്മോൾ ഹോൾസ് ഉള്ളത് വെക്കാം. അതുകൊണ്ട് സ്റ്റോൺസ് would not pass through. Then flour is more fine than sand. So the sand will stay there and the flour will fall down, making all of that separate. ഓക്കെ. ഓസ്റ്റിൻ തോമസ് പറഞ്ഞത് ഒന്നും മനസ്സിലായിണ്ടാവൂല. അങ്ങനെ പറയല്ലേ. ഓസ്റ്റിൻ ഒന്ന് പറഞ്ഞേ എന്താ ചെയ്യാൻ പോണെന്ന്. രണ്ട് സ്മോൾ ഹോൾസ്. സ്മോൾ ഹോൾസിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തതാ? എല്ലാം മിക്സ് ചെയ്തിട്ടേക്കുക. എല്ലാം മിക്സ് ചെയ്തിട്ടേക്കുക. എനിക്ക് മൂന്നായിട്ട് വേണം. എനിക്ക് എല്ലാം ഒരേ ഇതിൽ മിക്സ് ചെയ്തിട്ടേക്കുക. ഒരു ഇതിൽ മിക്സ് ചെയ്തിട്ടേക്കാം. അപ്പൊ നമ്മൾ ആദ്യം സ്മോൾ ഇതെടുക്കുക, എന്നിട്ട് വെക്കുക. അപ്പൊ നമുക്ക് അതരിക്കുമ്പോൾ സ്റ്റോൺ അതിന്റെ ഉള്ളിലുണ്ടാവും, ബാക്കിയെല്ലാം താഴോട്ട് പോവും. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് സാൻഡ് പോലെ തന്നെ എന്തായിരുന്നു അത് ഫ്ലോറും സെപ്പറേറ്റ് ചെയ്ത് വേണം. ഈശ്വര, അതിപ്പോ എങ്ങനെ? അതെനിക്കറിയാം. ഞാൻ പറയട്ടെ. ഫസ്റ്റ് നമ്മൾ ലാർജ് ഹോൾസ് ഉള്ള സീവ് എടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിലുള്ള മിക്സ്ചർ ഈ ലാർജ് ഹോൾസ് ഉള്ള സീവിലോട്ട് ഇടുന്നു. എന്നിട്ട് നമ്മൾ സീവ് ചെയ്യുമ്പോ എന്ത് ചെയ്യും? ആ സാൻഡും ഫ്ലോറും ആദ്യം വീഴും. അപ്പോ എന്തുണ്ടാവും? നമ്മുടെ സ്റ്റോൺസ് എന്ത് ചെയ്യും? സ്റ്റോൺസ് അവിടെ തന്നെ നിക്കും അല്ലെ? അപ്പൊ സ്റ്റോൺസ് നമുക്ക് കിട്ടി. അപ്പൊ സ്റ്റോൺസ് നമ്മൾ മാറ്റി വെച്ചു. നമ്മളൊരു പ്ലേറ്റിലാക്കി ഒരു കവറിലാക്കി മാറ്റി വെച്ചു. ഓക്കെ. സാൻഡും ഫ്ലോറും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ തോമസ്? ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെയാണ്. അപ്പൊ ഇപ്പൊ സ്റ്റോണും ഫ്ലോറും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്മോൾ ഹോൾസ് ഉള്ള സീവ് എടുക്കുന്നു. എടുത്തോ? എടുത്തു. എന്നിട്ട് നമ്മൾ ഈ സാൻഡിന്റെയും സ്റ്റോൺസിന്റെയും എന്തായിരുന്നു? സാൻഡും ഫ്ലോറും. ഓക്കെ. സാൻഡും ഫ്ലോറും ഈ സ്മോൾ ഹോൾസ് ഉള്ള സീവിലോട്ട് ഇടുന്നു. ദെൻ നമ്മൾ സീവ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഫ്ലോറ് വീഴുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫ്ലോർ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും, സാൻഡ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അല്ലേ? അപ്പൊ ഇപ്പൊ എന്ത് കിട്ടും? നമുക്ക് മൂന്നും കിട്ടി. ഓക്കെ. അപ്പൊ ഇപ്പൊ മനസ്സിലായോ സീവ്സ് യൂസ് ചെയ്ത് നമ്മൾ ഒരു മിക്സ്ചർ ചെയ്യുന്ന എങ്ങനെ സാൻഡ്, ഫ്ലോർ ആൻഡ് സ്റ്റോൺ സെപ്പറേറ്റ് ചെയ്തു? ഓക്കെ. എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായോ രണ്ടുപേർക്കും? എന്താ ഓസ്റ്റിന് മനസ്സിലാവാനേ? സാൻഡും അപ്പൊ ഫ്ലവർ എങ്ങനെയാ? ഫ്ലവർ എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത്? പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത. അതായത് സാൻഡിനെ വെച്ച് നോക്കുമ്പോ ഫ്ലോർ എന്ന് പറഞ്ഞത് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസാ. അരിപ്പൊടി അതുപോലെ ഗോതമ്പൊടി ഒക്കെ തൊട്ട് നോക്കിയിട്ടില്ലേ ഓസ്റ്റിൻ? അപ്പൊ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോ ലൈറ്റർ പാർട്ടിക്കിൾ ഏതാണോ ആ ലൈറ്റർ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? നമ്മള് സ്മോൾ സീവ്സ് സ്മോൾ ഹോൾസ് ഉള്ള സീവ് യൂസ് ചെയ്യുമ്പോ താഴത്തോട്ട് വീഴും. അങ്ങനെ നമ്മള് സാൻഡും ഫ്ലോറും സെപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഡൗട്ട് ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് സ്മോൾ ഇത് മാത്രം ഉപയോഗിച്ചാൽ പോരെ, വലിയത് എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനാ വലുത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ തോമസേ? പറഞ്ഞു കൊടുത്തേ. റോക്ക് സാൻഡും ഫ്ലോർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണ്ടേ? അതിനാണ് നമ്മൾ ലാർജ് ഹോൾസ് യൂസ് ചെയ്തത്. ലാർജ് അപ്പൊ താഴെ എന്നാലും രണ്ടും വീഴൂലേ?
ആ അതായത് ഇതിന്റെ ആ. 3 മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്തു, ലാർജ് ഹോൾസ് ഉള്ളതിൽ നമ്മൾ ഇട്ടു. ലാർജ് ഹോൾസ് ആണെങ്കിൽ സ്റ്റോൺസ് അതിനേക്കാളും വലുതായിരിക്കും, അപ്പൊ അവിടെ നിൽക്കും അത്. വലിയ കല്ല്, യമണ്ട കല്ല്. ഓക്കെ. സ്റ്റോൺസ് എന്ത് ചെയ്തു, ആ സീവിൽ സ്റ്റേ ബാക്ക് ചെയ്തു, സ്മോൾ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, താഴത്തോട്ട് വീഴും. സ്മോൾ സീവ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഓക്കെ, ഇഷ്ടപ്പെട്ട ആ നോന്നാ പറഞ്ഞേ, ഗ്ലാസ് ഇഷ്ടമില്ലാന്നാണോ പറഞ്ഞേ? ഇഷ്ടായി. 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 ഇഷ്ടമായില്ലേ? ആ ഓക്കെ, ഇഷ്ടായി. നമ്മൾ ഇത്ര പഠിക്കുന്നുള്ളൂ. ആ ശേഷം കുഴപ്പമില്ലേ? ഡേറ്റ് വർക്കാത്തില്ല. ഇന്ന് എന്താ ഡേ ഇത് പഠിപ്പിക്കും. ആ ഡേ 1 വർക്കൗട്ട് സെക്ഷൻ. അപ്പൊ ഇന്ന് റിട്ടേൺ എക്സാം ഇല്ല. ഓക്കെ, ഓക്കെ. ഒന്നുമില്ല. ആ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും പഠിക്കുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും. അപ്പൊ അടുത്ത സെഷനിൽ വരുമ്പോ ഇന്നത്തെ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലാവരും നല്ല പോലെ പഠിച്ചു തരണം. ഓക്കെ, ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യണം കേട്ടോ. ആ ഇന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതണം, ദെൻ അതിന്റെ ആൻസേഴ്സ് എഴുതണം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ സർ. ഓക്കെ, ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ്. Hello.